മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക. എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് വിശ്വസാഹിത്യത്തിൽ നിന്നുള്ള ഒരു കഥയാണ്. കഥയുടെ പേര് വിസിലിൻ്റെ ശബ്ദം. ഈ കഥ എഴുതിയിരിക്കുന്നത് റോഡ്സ്. നിങ്ങൾ പെട്ടെന്ന് പുറത്തു കടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാലാവധിയായല്ലോ പ്രൊഫസർ. കഥയില്ലാത്തൊരാൾ ഓണ്ടോഗ്രഫി പ്രൊഫസറോട് പറഞ്ഞു. അവർ അപ്പോൾ സെൻറ് ജെയിംസ് കോളേജിലെ ആതിഥ്യ മര്യാദകൾ പാലിക്കപ്പെടുന്ന ഹാളിൽ അടുത്തടുത്ത് വിരുന്നിന് ഇരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പ്രൊഫസർ യുവാവായിരുന്നു, വൃത്തിയുള്ളവൻ, സംസാരത്തിൽ കൃത്യതയുള്ളവൻ. അതെ, ഈ സമയത്ത് ഗോൾഫ് മതി എന്നൊരഭിപ്രായം സുഹൃത്തുക്കളിൽ നിന്ന് വന്നിട്ടുണ്ട്. കിഴക്കൻ തീരത്തേക്ക് പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ബൺസ്റ്റോവിലേക്ക്. ആ സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസത്തേക്കൊരു യാത്ര. കളിയൊന്ന് പരിശീലിക്കണം, മെച്ചപ്പെടുത്തണം. നാളെ തന്നെ പോയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നു. പ്രൊഫസർ പറഞ്ഞു. നിങ്ങൾ ബൺസ്റ്റോവിലേക്കാണ് പോകുന്നതെങ്കിൽ ടെംപ്ലറുടെ ഗുരുകുലത്തിൻ്റെ ഭൂമിയൊന്ന് നോക്കണേ പാർക്കിൻസ്, അപ്പുറത്തിരുന്നയാൾ വിളിച്ചു പറഞ്ഞു. ഈ വേനലിൽ അങ്ങോട്ടൊരു യാത്ര ഗുണകരമാകുമോ എന്നിട്ട് എന്നെ ഒന്ന് അറിയിക്കണേ. പുരാവസ്തുക്കളോട് താല്പര്യമുള്ളൊരു വ്യക്തിയാണിത് പറഞ്ഞതെന്ന് നിങ്ങൾ ധരിച്ചേക്കാം. എന്നാൽ ഈ ആമുഖത്തിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്നതിനാൽ അയാളെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല. തീർച്ചയായും, പ്രൊഫസർ പാർക്കിൻസ് പറഞ്ഞു. അതെവിടെയാണെന്ന് പറയൂ. ആ ഭൂമി എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ അറിയിക്കാം. നേരിൽ കണ്ട് പറയാനായില്ലെങ്കിൽ ഞാൻ എഴുതാം. നിങ്ങൾ എവിടെയായിരിക്കുമെന്ന് എന്നെ ഒന്ന് അറിയിച്ചാൽ മതി. അത്രയ്ക്കൊന്നും ബുദ്ധിമുട്ടണ്ട. ഞാൻ കുടുംബസമേതം അങ്ങോട്ടൊരു യാത്രയ്ക്ക് പദ്ധതിയിടുന്നുണ്ട്. ഈ ഇംഗ്ലീഷ് ആയോധനാഭ്യാസ ഗുരുകുലങ്ങളൊന്നും ശരിക്ക് പദ്ധതിയിട്ട് നടത്തപ്പെടുന്നവയല്ല. എങ്കിലും അവിടെ ഉപകാരപ്രദമായ എന്തെങ്കിലും ഒഴിവു ദിവസങ്ങളിൽ എനിക്ക് ചെയ്യാനായിരിക്കും എന്ന് കരുതിയെന്ന് മാത്രം. ഒരു ആയോധനാഭ്യാസ ഗുരുകുലത്തിന് പദ്ധതിയിടുന്നത് ഒരുപക്ഷെ ഉപകാരപ്രദമാകും എന്ന ആശയമാണിതിൽ നിന്ന് പ്രൊഫസർ മണത്തെടുത്തത്. അപ്പുറത്തിരുന്നയാൾ സംഭാഷണം തുടർന്നു. അത് കടൽക്കരയിലാകും. മണ്ണിന് മുകളിൽ ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കടൽ വല്ലാതെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അവിടെ എവിടെയോ ആയിരുന്നു ആ ആയോധനാ ഗുരുകുലം. അങ്ങനെയാണ് ഭൂപടം കാണിക്കുന്നത്. അതായത് ഗ്ലോബ് എന്നിൽ നിന്ന് 3/4 നാഴിക ദൂരത്തിൽ, പട്ടണത്തിൻ്റെ വടക്കേ അറ്റത്ത്. നിങ്ങളെവിടെയാണ് താമസിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഗ്ലോബിന്നിൽ തന്നെ. അവിടെ ഒരു മുറി പറഞ്ഞു വെച്ചിട്ടുണ്ട്. മറ്റെവിടെയും ലഭിച്ചില്ല. മിക്കവാറും ലോഡ്ജുകൾ ശിശിരാവധിയിലാണെന്ന് എനിക്ക് തോന്നുന്നു. 2 മെത്തകളുള്ളൊരു മുറി മാത്രമേ ഒഴിവുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അതിൽ നിന്ന് ഒരു മെത്ത അഴിച്ചു മാറ്റി വയ്ക്കാനൊരു ഇടമില്ല എന്നും. എനിക്കും ഇത്തിരി വലിയ മുറി വേണമായിരുന്നു. ഞാൻ കുറച്ച് പുസ്തകങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. കുറച്ച് ജോലിയുണ്ട്. അതിനാൽ ഒരു മെത്ത ഒഴിഞ്ഞു കിടക്കില്ല എന്ന് തോന്നുന്നു. തൽക്കാലത്തേക്ക് എൻ്റെ പുസ്തകങ്ങൾ അവിടെ വയ്ക്കാം. ഞാൻ അവിടെയുള്ള കാലം അതങ്ങനെ ഉപയോഗിക്കാം. മുറിയിൽ ഒരു മെത്ത കൂടി ഉള്ളതാണോ ഇത്രയും വലിയ പ്രശ്നമായി കാണുന്നത്? എതിരെയിരുന്ന മനുഷ്യൻ ഇടപെട്ടു. വേണമെങ്കിൽ ഞാൻ ഒപ്പം വന്നത് ഉപയോഗിക്കാം. നിങ്ങൾക്കൊരു കൂട്ടുമാകും. അത് കേട്ട് പ്രൊഫസർ ഒന്ന് ഞെട്ടി. എന്നിരുന്നാലും സൗഹൃദഭാവത്തിൽ ചിരിക്കാൻ അയാൾക്കായി. തീർച്ചയായും റോജേഴ്സ്, എന്തുകൊണ്ടായിക്കൂടാ? പക്ഷേ നിങ്ങൾക്കാ യാത്ര മുഷിപ്പിനായി തോന്നും. നിങ്ങൾ ഗോൾഫ് കളിക്കാറില്ലല്ലോ. അത് ശരിയാ. ഞാൻ എവിടെ ഇരുന്ന് എഴുതാനൊന്നും പോകുകയില്ല. കളിക്കുന്നിടത്താകും അധിക സമയവും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മുഷിപ്പിനാകും യാത്ര എന്ന് ഞാൻ പറഞ്ഞത്. അറിയില്ല, അവിടെ എനിക്ക് പരിചയമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. എന്നാലും നിങ്ങൾക്ക് ഞാൻ ഒപ്പം വരേണ്ട എന്നാണെങ്കിൽ അത് പറഞ്ഞാൽ മതിയല്ലോ പാർക്കിൻസ്. അതിൽ എനിക്കൊരു വിഷമവുമില്ല. സത്യമൊരിക്കലും അനിഷ്ടകരമല്ല എന്ന് നിങ്ങൾ തന്നെ പറയാറുണ്ടല്ലോ. പാർക്കിൻസ് കരുതലുള്ള അനുകമ്പ പ്രകടമാക്കി. എന്നാൽ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചതുമില്ല. റോജേഴ്സ് ഈ സ്വഭാവവിശേഷത്തെ ഉപയോഗപ്പെടുത്തുകയായിരുന്നോ എന്ന് ഭയക്കണം. പാർക്കിൻസിൻ്റെ മനസ്സിലിപ്പോൾ ഒരു സംഘർഷം നടക്കുന്നുണ്ട്. അതിനാൽ 1-2 നിമിഷത്തേക്ക് അയാൾക്ക് ഉത്തരമൊന്നും നൽകാനായില്ല. അത് കഴിഞ്ഞാണ് അയാൾ സംസാരിച്ചത്.
സത്യം പറയാമല്ലോ റോജേഴ്സ്, നമ്മൾ രണ്ടുപേർക്കും താമസിക്കാവുന്ന വലിപ്പം ആ മുറിക്കുണ്ടാകുമോ എന്ന് ആലോചിക്കുകയായിരുന്നു ഞാൻ. മാത്രമല്ല, നിങ്ങൾ നിർബന്ധിച്ചില്ലെങ്കിൽ ഞാനിത് പറയില്ലായിരുന്നു. നിങ്ങൾ എൻ്റെ ജോലിക്കൊരു ശല്യമാകാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. അത്തരത്തിൽപ്പെട്ട ഒരാളല്ല നിങ്ങൾ. അത് കേട്ട് റോജേഴ്സ് ഉച്ചത്തിൽ ചിരിച്ചു. നന്നായി പാർക്കിൻസ്, കുഴപ്പമില്ല. ഞാൻ നിങ്ങളുടെ ജോലിയിൽ ശല്യമാകാനില്ല. അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഒപ്പം വരുന്നുമില്ല. എന്നാലും പ്രേതങ്ങളെ അകറ്റി നിർത്താൻ ഞാൻ വരേണ്ടതൊരാവശ്യമാണെന്ന് എനിക്ക് തോന്നി. കണ്ണു നിറുക്കിയാണ് അയാളത് പറഞ്ഞത്. അത് കേട്ട് പാർക്കിൻസ് ഒന്ന് ചുവന്നു. ക്ഷമിക്കണേ പാർക്കിൻസ്, ഞാനിതൊന്നും പറയാൻ പാടില്ലായിരുന്നു. ഇത്തരം വിഷയങ്ങളിലെ ചാബല്യങ്ങളോട് നിങ്ങൾക്ക് താല്പര്യമില്ല എന്ന് എനിക്കറിയാം. റോജേഴ്സ് തുടർന്നു. ശരിയാണ്, എനിക്ക് ഈ പ്രേതങ്ങളെക്കുറിച്ചൊക്കെ വാചാലമാകുന്നതിനോട് ഒരു താല്പര്യവുമില്ല. എൻ്റെ സ്ഥാനത്തുള്ള ഒരാൾക്ക് ഇത്തരം വിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുമാകില്ല. ശബ്ദം അല്പമുയർത്തിയാണ് അയാൾ അവസാന വാക്യം പറഞ്ഞത്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ റോജേഴ്സ്. അറിയില്ലെങ്കിൽ അറിയിക്കേണ്ടതാണ്. എൻ്റെ ഈ വീക്ഷണത്തെ ഞാൻ ഒരിക്കലും മറച്ചു പിടിച്ചിട്ടില്ല. ഇല്ലില്ല, ഒരിക്കലുമില്ല പ്രിയ സുഹൃത്തെ. റോജേഴ്സ് സ്വരം താഴ്ത്തി. ഞാൻ വിശുദ്ധമെന്ന് കരുതുന്ന എല്ലാറ്റിനെയും നിരാകരിക്കുന്നതിന് തുല്യമാകും അത്തരത്തിലുള്ളവ നിലവിലുണ്ടെന്ന വീക്ഷണം പങ്കിടുന്നതോ അതുമായി സാമ്യമുള്ള എന്തെങ്കിലും പറയുന്നതോ. വിഭജനമില്ലാത്ത ശ്രദ്ധ എന്നാണ് ഡോക്ടർ ബിംബ്ലർ സത്യത്തിൽ പറഞ്ഞത്. റോജേഴ്സ് കാര്യങ്ങൾക്ക് കൃത്യത വരുത്തുക എന്ന ഉദ്ദേശത്തിൽ ഇടയ്ക്കേറി. ക്ഷമിക്കണേ പാർക്കിൻസ്, ഞാൻ നിങ്ങളുടെ സംസാരത്തിനിടയിൽ കയറി. അതൊന്നും കുഴപ്പമില്ല. എനിക്ക് ബിംബ്ലറുടെ വാക്കുകൾ ഓർമ്മയിലെത്തുന്നില്ല. ഒരുപക്ഷേ ഞാനിവിടെ വരുന്നതിന് മുമ്പുള്ള ആളാകാം. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നറിയാം. മനസ്സിലായി. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കൂടുതൽ നമുക്ക് ബൺസ്റ്റോവിൽ വെച്ചാകാം, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വെച്ച്. മുകളിൽ പറഞ്ഞ സംഭാഷണം ആവർത്തിക്കുക വഴി അതെന്നിൽ എന്ത് മതിപ്പാണ് അല്ലെങ്കിൽ എന്ത് പ്രഭാവമാണ് ഉണ്ടാക്കിയതെന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അയാളെ കാണാത്തവർ പാർക്കിൻസ് ഒരു വൃദ്ധനാണെന്ന് കരുതും എന്നതിലാണ് അതിലൊന്ന്. കോഴിയെപ്പോലെ ഒരാൾ അയാളുടെ മാർഗങ്ങൾ അതിദരിദ്രമായിരുന്നു എന്നും കരുതും, പ്രത്യേകിച്ചും ഹാസ്യപ്രിയത. അതേസമയം അയാൾ ധീരനും തൻ്റെ വിശ്വാസങ്ങളോട് ആത്മാർത്ഥതയുള്ളവനുമായിരുന്നു. ബഹുമാനം അർഹിക്കുന്നവനുമാണ്. അത്രയും വായനക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാകും. അങ്ങനെയൊക്കെയായിരുന്നു പാർക്കിൻസന്റെ സ്വഭാവമെന്ന്. പിറ്റേന്ന് പ്രതീക്ഷിച്ചതുപോലെ പാർക്കിൻസന് കോളേജിൽ നിന്ന് പുറത്തു കടക്കാനും ബൺസ്റ്റോവിൽ എത്താനുമായി. ഗ്ലോബിൻ അയാളെ സ്വാഗതം ചെയ്തു. ഒരു വലിയ ഇരുട്ട മെത്തയുള്ള മുറിയിൽ അയാളെ അവർ സ്ഥാപിച്ചു. ആ മുറിയുടെ വിശേഷങ്ങൾ നമ്മൾ കേട്ടുകഴിഞ്ഞല്ലോ. വിശ്രമിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പ് തൻ്റെ കൈവശമുണ്ടായിരുന്ന സാധന സാമഗ്രികളെല്ലാം മുറിയുടെ ഒരു മൂലയിലുണ്ടായിരുന്ന മേശപ്പുറത്ത് അടുക്കി വെച്ചു. ആ മേശയുടെ 3 വശത്തും ജാലകങ്ങളായിരുന്നു. കടലിലേക്ക് തുറക്കുന്ന ജാലകങ്ങൾ. നടുവിലെ ജാലകം കടലിന് നേരെയും ഇടതും വലതുമുള്ളത് തെക്കും വടക്കുമുള്ള കടൽക്കരയ്ക്ക് നേരെയും. തെക്ക് ഭാഗത്ത് ബൺസ്റ്റോവ് ഗ്രാമം കാണാം. വടക്ക് വീടുകളൊന്നും തന്നെയില്ല. അവിടെ കടൽക്കരയും അധികം ഉയരമില്ലാത്ത കുന്നുകളും മാത്രം. നേരെ മുന്നിൽ അത്ര വലുതൊന്നുമല്ലെങ്കിലും ഒരു ചെറിയ പുൽത്തകിടിയുണ്ട്. അതിൽ പഴയ നങ്കൂരങ്ങൾ പരന്നു കിടപ്പുമുണ്ട്. നങ്കൂരത്തിൻ്റെ കയർ ചുറ്റിക്കെട്ടുന്ന ചക്രങ്ങളുമുണ്ട്. പിന്നെ വീതിയേറിയൊരു പാതയും അതിനപ്പുറത്ത് കടൽക്കരയുമാണ്. ഗ്ലോബിനിൽ നിന്ന് കടലിലേക്ക് ആദ്യകാലങ്ങളിൽ എത്ര ദൂരമുണ്ടായിരുന്നു എന്നറിയില്ല. ഇന്നത് 60 വാരയിൽ അധികമുണ്ടാകും. സത്രത്തിലുണ്ടായിരുന്ന ശേഷിച്ച ജനങ്ങളും ഗോൾഫ് കളിക്കാർ തന്നെയായിരുന്നു. അതിൽ ചില അംഗങ്ങളെ, ഘടകങ്ങളെ പ്രത്യേകമായി വർണ്ണിക്കേണ്ടതുണ്ട്. ഏറ്റവും ശ്രദ്ധേയം എന്ന് പറയാവുന്നത് ഒരു പഴയ പട്ടാളക്കാരനാണ്, അല്ലെങ്കിൽ പട്ടാളക്കാരനായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വ്യക്തി. ലണ്ടൻ ക്ലബിൻ്റെ സെക്രട്ടറിയാണ് അയാൾ. അസാമാന്യ കരുത്തുള്ള സ്വരത്തിൻ്റെ ഉടമ. പ്രൊട്ടസ്റ്റന്റ് ചിന്താഗതികൾ ഉച്ചത്തിൽ ഘോഷിക്കുന്നവൻ. വികാരിയുടെ നേതൃത്വത്തിൽ നടന്ന മതശുശ്രൂഷയ്ക്ക് ശേഷം ഈ വീക്ഷണം ചില തർക്കങ്ങൾക്ക് കാരണമായി. വികാരി ആഘോഷപരവും ആചാരപരവുമായ രീതികളോട്
ചായ്വുള്ള ആളായിരുന്നു. അയാൾ അവയെ കഴിവതും കിഴക്കൻ ഇംഗ്ലീഷ് പാരമ്പര്യത്തിൽ നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്തു. പ്രൊഫസർ പാർക്കിൻസ് ചുണയും ധൈര്യവും പൗരുഷവുമുള്ളവനാണ്. ബേൺസ്റ്റോക്കിലെത്തിയതിൻ്റെ അടുത്ത ദിവസം അധിക സമയവും അയാൾ തൻ്റെ കളി മെച്ചപ്പെടുത്തുന്നതിനായി ചെലവിട്ടു. നേരത്തെ കണ്ട കേണൽ വിൽസണുമൊത്തായിരുന്നു പരിശീലനം. ഉച്ചയ്ക്ക് ശേഷം കേണലിൻ്റെ പെരുമാറ്റത്തിൽ ഘോരവും ഭയജനകവുമായ വർണ്ണങ്ങൾ കലർന്നു തുടങ്ങി. കളിയിലെ പുരോഗതി അതിനൊരു കാരണമാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. കളിക്കളത്തിൽ നിന്ന് അയാൾക്കൊപ്പം തിരിച്ചു നടക്കാം എന്ന ചിന്ത അതിനാൽ തന്നെ പാർക്കിൻസ് ഉപേക്ഷിക്കുകയും ചെയ്തു. ആ നോട്ടവും തിളങ്ങുന്ന മീശയും മനുഷ്യരൂപത്തിൻ്റേത് തന്നെയോ എന്ന് സംശയിക്കാവുന്ന സ്വഭാവവിശേഷങ്ങളും കേണലിൽ തെളിഞ്ഞു കണ്ടു. കേണലുമൊത്ത് ചായയും പുകയിലയും ആഗ്രഹിക്കുന്നു എങ്കിൽ അതായിക്കോട്ടെ എന്ന നിശ്ചയത്തിലേക്ക് പ്രൊഫസർ എത്തി. പക്ഷേ അങ്ങനെയെങ്കിൽ അതിനുശേഷം അത്താഴ സമയത്ത് വീണ്ടും ഒരു കൂടിക്കാഴ്ച ഒഴിവാക്കാനാവുന്നതല്ല എന്നും അയാൾക്കറിയാമായിരുന്നു. തിരിച്ച് കടൽക്കരയിലൂടെ നടക്കാം. നടക്കുന്നതിനിടയിൽ ഡിസ്നി പറഞ്ഞ ആ അവശിഷ്ടങ്ങൾ കാണുന്നുണ്ടോ എന്നും പരിശോധിക്കാം. അവ എവിടെയാകും എന്നൊന്നും അറിയില്ല. എന്നാൽ അതിലേക്ക് താൻ തട്ടിത്തടഞ്ഞെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. പാർക്കിൻസ് ചിന്തിച്ചു. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു എന്ന് പറയാതിരിക്കാനാവില്ല. ഗോൾഫ് ലിങ്കിൽ നിന്ന് കടൽക്കരയിലൂടെയുള്ള നടത്തത്തിനിടയിൽ അയാളുടെ കാൽ ഒരു വള്ളിച്ചെടിയുടെ വേരിലും ബാഹ്യമായി ഒരു വലിയ കല്ലിലും തട്ടി. അയാൾ മറിഞ്ഞു വീണു. എഴുന്നേറ്റ് ചുറ്റുപാടും ഒന്ന് വീക്ഷിച്ചു. നിൽക്കുന്നത് ഇടയ്ക്കിടെ കുഴികളും ചെറു കുന്നുകളുമുള്ള പൊട്ടിപ്പൊളിഞ്ഞ ഒരു പ്രതലത്തിന്മേലാണെന്ന് അയാൾക്ക് തോന്നി. അവിടം പരിശോധനയ്ക്ക് വിധേയമാക്കി. അതെല്ലാം കുമ്മായക്കൂട്ടിൽ പൊതിഞ്ഞ കട്ടിയുള്ള കല്ലുകളുടെ കൂട്ടമായിരുന്നു എന്ന് മനസ്സിലായി. അതിനു മീതെ പുല്ലുകൾ വളർന്നിരിക്കുന്നു. അതായിരിക്കണം താൻ കണ്ടെത്താം എന്ന് വാക്കുകൊടുത്ത ഗുരുകുലം നിന്നിരുന്നിടം. ഇവിടം ഒരു പരിവേഷകന്റെ മൺവെട്ടിക്ക് പ്രതിഫലം നൽകിയേക്കാം. അടിത്തറയുടെ ഭാഗങ്ങൾ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. സ്ഥാപനത്തിൻ്റെ പൊതുഘടനയിലേക്ക് വെളിച്ചം വീശാൻ ഒരുപക്ഷെ അധികം ആഴത്തിൽ പോകേണ്ടി വരില്ല. ഈ പ്രദേശങ്ങളെല്ലാം ടെംപ്ലാർ മതയോധ വിഭാഗത്തിൻ്റേതായിരുന്നുവെന്ന് അയാൾക്ക് ഓർമ്മ വന്നു. അവർക്ക് വൃത്താകൃതിയിൽ പള്ളി നിർമ്മിക്കുന്നതിനോട് ഒരു ഇഷ്ടക്കൂടുതലുണ്ടായിരുന്നു. തനിക്ക് ചുറ്റിലുമുള്ള ഈ ചെറുകുന്നുകളും കല്ലിൻ കൂട്ടങ്ങളും അതുപോലെ ഒരു വൃത്തത്തെ സൂചിപ്പിക്കുന്നുണ്ടെന്ന് അയാൾ കരുതി. തൻ്റെ വകുപ്പിന് പുറത്ത് സാധ്യമെങ്കിൽ കുറിച്ച് ഗവേഷണം നടത്താൻ താൽപ്പര്യപ്പെടാത്തവർ ആരും തന്നെ ഉണ്ടാകില്ല. ആ വിഷയം ഗൗരവത്തോടെ എടുത്തിരുന്നുവെങ്കിൽ എത്ര വിജയം കൈവരിക്കുമായിരുന്നുവെന്ന് മറ്റുള്ളവരെ കാണിക്കുക മാത്രമാണതിൻ്റെ ലക്ഷ്യം. നമ്മുടെ പ്രൊഫസർക്ക് ഇത്തരത്തിലൊരു ആഗ്രഹം തോന്നിയെങ്കിൽ അത് സത്യമായും ഡിസ്നിക്ക് നൽകിയ വാക്കിനോടുള്ള കടപ്പാട് തീർക്കുകയായിരുന്നു. അതിനാൽ ആ വൃത്താകൃതിയിലൂടെ അയാൾ സാവധാനത്തിൽ ശ്രദ്ധയോടെ നടന്നു. അതിൻ്റെ ഏകദേശ അളവുകൾ കീശയിൽ കിടന്ന പുസ്തകത്തിൽ എഴുതിയെടുത്തു. അതിനുശേഷം വൃത്തത്തിൻ്റെ നടുവിന് കിഴക്കായി ദീർഘചതുരാകൃതിയിലുള്ള വസ്തു പരിശോധിക്കാൻ ഒരുങ്ങി. അതൊരു അൾത്താരയുടെയോ മണ്ഡപത്തിൻ്റെയോ അടിത്തറയാകാം. അതിൻ്റെ ഒരറ്റത്ത് വടക്കേ അറ്റത്ത് പുല്ലില്ലായിരുന്നു. ഏതെങ്കിലും ബാലന്മാരോ അല്ലെങ്കിൽ ജീവികളോ നീക്കം ചെയ്തതാകാം. സന്യാസാശ്രമത്തെക്കുറിച്ചുള്ള തെളിവുകൾക്കായി ഈ മണ്ണ് പരിശോധിക്കുന്നത് നല്ലതാകും എന്നയാൾക്ക് തോന്നി. കത്തി പുറത്തെടുത്ത് മണ്ണ് തോണ്ടിയിട്ടു. അപ്പോൾ മറ്റൊരു ചെറിയ കണ്ടുപിടുത്തം കൂടി ഉണ്ടായി. അങ്ങനെ ചുരണ്ടിക്കൊണ്ടിരുന്നപ്പോൾ മണ്ണ് ഒരു ഭാഗത്ത് താഴേക്ക് കുഴിഞ്ഞു വീണു. അവിടെ ഒരു ദ്വാരം കണ്ടു. അയാൾ തീപ്പെട്ടിക്കൊള്ളികൾ ഉരസി അതിൻ്റെ പ്രകൃതം തിരിയാൻ തീരുമാനിച്ചു. പക്ഷേ നല്ല കാറ്റുണ്ടായിരുന്നതിനാൽ നാളം എളുപ്പത്തിൽ അണഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ കത്തി കൊണ്ട് ചുരണ്ടിയും കൂട്ടിയും അയാൾക്കത് കൽപ്പനയിലൂടെ കൃത്രിമമായി നിർമ്മിച്ച ഒരു ദ്വാരമാണെന്ന് മനസ്സിലാക്കാനായി. ദീർഘചതുരാകൃതിയിലുള്ളത്. അതിൻ്റെ വശങ്ങളും മുകൾ ഭാഗവും കീഴ്ഭാഗവുമെല്ലാം പ്ലാസ്റ്റർ ചെയ്തിരിക്കുന്നു, മിനുസപ്പെടുത്തിയിരിക്കുന്നു. അതിനകത്ത് ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇനി അഥവാ ഉണ്ടോ? കത്തി പിൻവലിച്ചപ്പോൾ എവിടെയോ ലോഹത്തിൽ തട്ടിയതുപോലെ തോന്നി. കൈ അകത്ത് കടത്തി. അവിടെ ദീർഘവൃത്താകൃതിയിലുള്ള ഒരു വസ്തുവുണ്ട്. ദ്വാരത്തിനകത്ത് നിലത്ത് കിടക്കുകയാണ്. സ്വാഭാവികമായും അയാളത് പുറത്തെടുത്തു.
ഇരുട്ട് പരന്നു തുടങ്ങിയിരുന്നു. ഉള്ള വെളിച്ചത്തിൽ അയാൾ അതിനെ ഒന്ന് പരിശോധിച്ചു. അതും മനുഷ്യനിർമ്മിതമാണെന്ന് അയാൾക്ക് മനസ്സിലായി. ലോഹം കൊണ്ടുള്ള ഒരു കുഴൽ, ഏകദേശം 4 ഇഞ്ച് നീളമുള്ളത്. നല്ല പഴക്കമുണ്ടതിന്. വിചിത്രമായി ഈ സംഭരണിയിൽ മറ്റൊന്നുമില്ല എന്ന് പാർക്കിൻസിന് ഉറപ്പു വന്നപ്പോഴേക്കും ഇരുട്ടായിട്ടുണ്ടായിരുന്നു. കൂടുതൽ തിരച്ചിൽ സാധ്യമല്ലാത്ത അത്ര ഇരുട്ട്. അവിചാരിതമായി കണ്ടുകിട്ടിയത് രസകരമായി തോന്നി. പിറ്റേന്ന് കുറച്ച് പകൽ വെളിച്ചം ഈ പുരാവസ്തു ഗവേഷണത്തിന് വിനിയോഗിക്കാൻ തീരുമാനിച്ചു. ദ്വാരത്തിനകത്തുനിന്ന് ലഭിച്ച വസ്തു കീശയിലിട്ടു. അതിനെന്തെങ്കിലും മൂല്യമുണ്ടാകും എന്നയാൾക്ക് ഉറപ്പായിരുന്നു. തിരിച്ചു നടക്കാൻ ഒരുങ്ങിയപ്പോഴേക്കും ചുറ്റിലുമുള്ള കാഴ്ച വിരസമായിട്ടുണ്ടായിരുന്നു. പടിഞ്ഞാറ് നിന്ന് വരുന്ന പാവനവും ലോലവുമായ മഞ്ഞ വെളിച്ചം ഗോൾഫ് ലിങ്കുകളെ കാണിക്കുന്നുണ്ട്. അവിടെ അപ്പോഴും ചില രൂപങ്ങൾ ചലിക്കുന്നുണ്ട്. അവ അതിവേഗം ക്ലബ് ഹൗസിനെ ലക്ഷ്യമിട്ട് നീങ്ങുകയാണ്. തടിച്ചു കുറുകിയ ഗോപുരാവശിഷ്ടം, ആൾദേശെ ഗ്രാമത്തിൽ നിന്നുള്ള വെളിച്ചം, നീളൻ മണൽത്തിട്ടയിൽ അവിടെവിടെ ചുമർ കെട്ടി നിൽക്കുന്ന വൃക്ഷങ്ങൾ, മങ്ങിയ വെളിച്ചത്തിൽ മർമ്മരസ്വരം സൃഷ്ടിക്കുന്ന കടൽ എന്നിവയായിരുന്നു ചുറ്റിലുമുള്ള കാഴ്ചകൾ. വടക്കു നിന്ന് നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. പുറകിലാണ് അടിക്കുന്നത്. അയാൾ ചരൽക്കല്ലുകൾ കടന്ന് മണലുള്ള സ്ഥലത്തെത്തി. ഏതാനും വാരം നടന്നാൽ വൃക്ഷങ്ങളുണ്ടാകും. നടത്തം സുഖകരമായിരുന്നു, ശാന്തവും. താൻ എത്ര ദൂരം പിന്നിട്ടു എന്നറിയാനെന്ന വണ്ണം അയാളൊന്ന് തിരിഞ്ഞു നോക്കി. പുറകിൽ ടെംപ്ലാർ പള്ളിയുടെ അവശിഷ്ടം കണ്ടു. അതിനോടൊപ്പം തനിക്ക് നടത്തത്തിനൊരു കൂട്ടുവരുന്നതും കണ്ടു. ആ രൂപം ആരുടേതാണെന്ന് അത്ര വ്യക്തമായിരുന്നില്ല. അയാൾ പക്ഷേ പാർക്കിൻസിനൊപ്പം എത്താൻ കാലുകൾ നീട്ടി നീട്ടി വയ്ക്കുന്നുണ്ട്. എത്ര വേഗം നടന്നിട്ടും ഒപ്പം എത്താനുമാകുന്നില്ല. അയാളുടെ നടത്തം കണ്ടാൽ നടക്കുകയല്ല ഓടുകയാണെന്ന് തോന്നും. എങ്കിലും അയാൾക്കും പാർക്കിൻസിനും ഇടയിലുള്ള ദൂരം കുറയുന്നുണ്ടായിരുന്നില്ല. ചുരുങ്ങിയ പക്ഷം പാർക്കിൻസിനെങ്കിലും അങ്ങനെ തോന്നി. അയാളെ തനിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ അയാൾ അരികിലെത്തുന്നതുവരെ കാത്തു നിൽക്കുന്നതിൽ ഒരർത്ഥവുമില്ല. പാർക്കിൻസ് തീരുമാനിച്ചു. ഏകാന്തമായി ഈ തീരത്ത് സൗഹൃദം താൻ തിരഞ്ഞെടുക്കുന്നതാകണം, അല്ലാതെ അപരിചിതമാകരുത് എന്നും കരുതി. ഉദയത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ അത്തരം സ്ഥലങ്ങളിൽ കണ്ടുമുട്ടുന്നവരെക്കുറിച്ച് അയാൾ എന്തൊക്കെയോ വായിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിക്കാനാകുന്നില്ല. എന്നാലും അതൊക്കെ മനസ്സിൽ വന്നു. സത്രത്തിലെത്തുന്നതുവരെ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചു. പ്രത്യേകിച്ചും ബാല്യത്തിലെ ചിന്തകളെക്കുറിച്ച്. അന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ ക്രിസ്തു പോയി അധികം താമസിയാതെ ഒരു ചെകുത്താൻ വയലിലൂടെ എൻ്റെ അരികിലേക്ക് വരുന്നത് കണ്ടു എന്നിങ്ങനെയുള്ള ചിന്തകൾ. അപ്പോൾ എനിക്ക് എന്തു ചെയ്യാനാകും? അയാൾ ചിന്തിച്ചു. തിരിഞ്ഞു നോക്കിയാൽ ആ കറുത്ത രൂപത്തെ കാണും. മഞ്ഞ നിറത്തിലുള്ള ആകാശത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കറുത്ത രൂപം. അതിന് കൊമ്പും ചിറകുമുണ്ടെങ്കിലോ? ഞാനതിനെ കാത്തു നിൽക്കണോ അതോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടണോ? എന്തായാലും പിറകിൽ വരുന്ന മനുഷ്യൻ അത്രക്കാരനാകില്ല. ഞാൻ അയാളെ ആദ്യം കണ്ടപ്പോഴുണ്ടായിരുന്ന അതേ ദൂരം ഇപ്പോഴുമുണ്ട്. ഇങ്ങനെ പോയാൽ എനിക്ക് അത്താഴം കിട്ടുമ്പോഴൊന്നും അയാൾക്കത് ലഭിക്കില്ല. ദൈവമേ, അത്താഴത്തിന് 15 നിമിഷം വൈകിയിരിക്കുന്നു. അല്പം വേഗം കൂട്ടാം, ഓടിയേക്കാം. വസ്ത്രം മാറാനൊന്നും പാർക്കിൻസിന് അധികം സമയം ലഭിച്ചില്ല. അത്താഴ സമയത്ത് കേണലിനെ വീണ്ടും കണ്ടപ്പോൾ അയാളിൽ ശാന്തതയുണ്ടായിരുന്നു. അല്ലെങ്കിൽ അത്ര കണ്ട പ്രക്ഷുബ്ധത കൈകാര്യം ചെയ്യാമോ അത്രയും അയാൾ ചെയ്തിരുന്നു. അത്താഴത്തിന് ശേഷം നടന്ന ചീട്ടുകളിയിലും ആ ശാന്തത അയാൾ കൈവിട്ടില്ല. പാർക്കിൻസ് ബഹുമാന്യനായ കളിക്കാരനായിരുന്നു. 12ഓടെ അവർ വിശ്രമത്തിനായി പിരിഞ്ഞപ്പോൾ ഈ സായാഹ്നം സംതൃപ്തമായ വിധത്തിൽ താൻ ചെലവഴിച്ചുവെന്ന് പാർക്കിൻസ് കരുതി. അവസ്ഥകൾ ഇതുപോലെയോ ഇതിന് സമാനമോ ആണെങ്കിൽ 2-3 ആഴ്ച ഗ്ലോബിന്നിൽ താമസം വിഷമകരമാകില്ല. പ്രത്യേകിച്ചും കളി മെച്ചപ്പെടുകയാണെങ്കിൽ. മുറിയിലേക്ക് പോകുന്നതിനിടയിൽ അയാൾ ഗ്ലോബിന്നിൽ ബൂട്ടുകളും മറ്റും വൃത്തിയാക്കാൻ ചുമതലപ്പെടുത്തിയിരുന്ന പരിചാരകനെ കണ്ടു. അയാൾ പാർക്കിൻസിനെ തടഞ്ഞു നിർത്തി. ക്ഷമിക്കണേ സാർ, ഞാൻ താങ്കളുടെ കോട്ട് ബ്രഷ് ചെയ്യുകയായിരുന്നു. അതിൻ്റെ കീശയിൽ നിന്ന് എന്തോ നിലത്ത് വീണു. ഞാനത് താങ്കളുടെ മുറിയിൽ മേശവലിപ്പിൽ വെച്ചിട്ടുണ്ട് സാർ. അതൊരു തുണ്ട് പൈപ്പോ മറ്റോ ആണെന്ന് തോന്നുന്നു സാർ. നന്ദി സാർ. അത് മേശവലിപ്പിലുണ്ടാകും.
അതെ സർ. ഗുഡ് നൈറ്റ് സർ. ഈ പ്രഭാഷണം പാർക്കിൻസിനെ അയാളുടെ കണ്ടുപിടുത്തത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി. ആകാംക്ഷ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അയാൾ മെഴുകുതിരി തെളിയിച്ചത്. അത് പിച്ചളയായിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലായി. നായ്ക്കളെ പരിശീലിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വിസിലിൻ്റെ ആകൃതിയാണതിന്. അയാൾ ഒന്നുകൂടി ശ്രദ്ധയോടെ നോക്കി. അത് ഒരു വിസിൽ തന്നെയാണ്. അയാളത് ചുണ്ടിൽ വെച്ചു. എന്നാൽ അതിൽ നിറയെ മണൽ അല്ലെങ്കിൽ മണ്ണ് കട്ട പിടിച്ചിരുന്നു. വെറുതെ തട്ടിയതുകൊണ്ടൊന്നും പോകാത്ത വിധത്തിൽ അത് കട്ട പിടിച്ചതായിരുന്നു. കത്തിയെടുത്ത് കുത്തിക്കളയണം. അയാൾക്ക് വൃത്തിയുള്ള ശീലങ്ങളുണ്ട്. അതിനാൽ ആ വിസിലിലെ മണ്ണ് ഒരു കടലാസിലേക്ക് ചുരുണ്ടിയിട്ടു. ജാലകത്തിനരികിൽ പോയി മണ്ണ് പുറത്തേക്ക് കളയാൻ ഒരുങ്ങി. ജാലകം തുറന്നപ്പോൾ കടൽക്കര കണ്ടു. അയാൾ അവിടേക്ക് നോക്കി. അലഞ്ഞു നടക്കുന്ന ഒരാൾ സത്രത്തിന് മുന്നിൽ ഈ വൈകിയ വേളയിൽ നിൽക്കുന്നത് കണ്ടു. പാർക്കിൻസ് ജാലകമടച്ചു. ബൺസ്റ്റോവിൽ ആളുകൾ ഇങ്ങനെ വൈകിയും ഇറങ്ങി നടക്കുന്നുണ്ടല്ലോ എന്ന് അതിശയിച്ചു. വിസിൽ വീണ്ടും വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു. അതിന്മേൽ എന്തൊക്കെയോ അടയാളങ്ങളുണ്ട്. അടയാളങ്ങളല്ലല്ലോ, അക്ഷരങ്ങളാണ്. വ്യക്തമായി വായിക്കാവുന്ന വിധത്തിൽ കൊത്തിവെച്ചവ. എന്നാൽ അത് വായിച്ച് കുറേ ചിന്തിച്ചിട്ടും അർത്ഥം മനസ്സിലാകുന്നില്ല എന്ന് പ്രൊഫസർക്ക് സമ്മതിക്കേണ്ടി വന്നു. ബെൽസാറിലെ എഴുത്തുപോലെ എന്തോ. വിസിലിൻ്റെ മുന്നിലും പിറകിലും അതുതന്നെയുണ്ട്. എനിക്കിത് വായിച്ചെടുക്കാനാകുമെന്ന് തോന്നുന്നു. പക്ഷേ ലാറ്റിൻ ഭാഷയിൽ കുറച്ച് മോശമാണ് ഞാൻ. അയാൾ ആത്മകഥം പൂണ്ടു. വിസിൽ എന്നതിന് ലാറ്റിനിൽ എന്ത് പറയുമെന്ന് പോലും എനിക്കറിയില്ല. നീളൻ വാക്യം ലളിതമാണെന്ന് തോന്നുന്നു. അതിനർത്ഥം ഈ വരുന്നത് ആരാണ് എന്നോ മറ്റോ ആണ്. ഇത് കണ്ടെത്താൻ ഏറ്റവും നല്ല മാർഗം ഈ വിസിലൊന്ന് നീട്ടി വിളിക്കുകയാണ്. അയാൾ അതെടുത്ത് ഒന്നൂതി നോക്കി. ഞെട്ടലോടെ പെട്ടെന്ന് നിർത്തി. അതിനോടൊപ്പം സന്തോഷവും തോന്നി. അതിൽ നിന്ന് വന്ന സ്വരം സുന്ദരമായിരുന്നു. അങ്ങ് ദൂരെ വരെ കേൾക്കാവുന്ന ഗുണം അതിനുണ്ട്. മൃദുവാണ്. നാഴികക്കണക്കിന് ദൂരം കേൾക്കാനായിട്ടുണ്ടാകും. തലച്ചോറിൽ പല ചിത്രങ്ങൾ വരച്ചിടാൻ കേൾപ്പുള്ള സ്വരമാണത് എന്ന് തോന്നി. അതിന് ഗന്ധമുണ്ടെന്നും. രാത്രിയിൽ വിശാലമായ അന്തരീക്ഷം അയാൾ കണ്ടു. അവിടെ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അതിൻ്റെ നടുവിൽ ഏകനായി ഒരാൾ. അയാൾ എങ്ങനെ അവിടെ എത്തിയെന്നോ എന്ത് ചെയ്യുകയാണെന്നോ പാർക്കിൻസിനറിയില്ല. കാറ്റ് പെട്ടെന്ന് ജാലകപ്പാളിയിൽ വീശിയടിച്ചില്ലായിരുന്നെങ്കിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ കാണാനാകുമായിരുന്നു. വളരെ പെട്ടെന്നാണ് കാറ്റ് വീശിയടിച്ചത്. അതിനാലാകണം അതേ വേഗത്തിൽ അയാൾ തല ഉയർത്തിയതും. അപ്പോൾ ഒരു കടൽ പക്ഷിയുടെ വെളുത്ത മിന്നൽ ഇരുട്ടിൽ എവിടെയോ കണ്ടതുപോലെ തോന്നുകയും ചെയ്തത്. വിസിലിൻ്റെ സ്വരം അയാളെ ഭ്രമിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരിക്കൽ കൂടി പരീക്ഷിക്കണം എന്ന ചിന്ത വന്നു. ആ ചിന്തയെ പിടിച്ചു നിർത്താനുമായില്ല. ഇത്തവണ കുറച്ച് ധീരമായി വിസിലൂതണം. ഇത്തവണ സ്വരം കുറച്ചുകൂടി ഉച്ചത്തിലാകണം. ആവർത്തനം മിഥ്യാഭ്രമത്തെ ഇല്ലാതാക്കി. ഇത്തവണ ചിത്രങ്ങളൊന്നും വന്നില്ല. അങ്ങനെ വന്നെങ്കിലെന്ന് അയാൾ പ്രതീക്ഷിച്ചിരുന്നു. എന്താണിത് ദൈവമേ! ഏതാനും നിമിഷങ്ങൾക്കകം ഈ കാറ്റിന് ഇത്ര കരുത്തു വന്നോ? എന്തൊരു കോപമാണ് ഈ കാറ്റിന്! ഇതാ ഇവിടെ ഈ ജാലകമടച്ച് കുറ്റിയിടുന്നതുകൊണ്ട് ഒരു ഉപകാരവുമില്ല എന്നെനിക്കറിയാം. ഇതാ മെഴുകുതിരികൾ അണഞ്ഞു പോയിരിക്കുന്നു. ഈ കാറ്റ് മുറിയെ കീറി മുറിക്കുമെന്ന് തോന്നുന്നു. ആദ്യം ശ്രമിച്ചത് ജാലകമടയ്ക്കാനാണ്. 20 പാർക്കിൻസുമാർ ഒന്നിച്ചൊരു ജാലകപ്പാളിയെ പിടിച്ചു വലിക്കുന്നത് പോലെ. അപ്പോൾ അപ്പുറത്തുനിന്ന് അതികരുത്തനായൊരു കൊള്ളക്കാരൻ അത് തുറക്കാനായി മറുപുറത്തേക്ക് പിടിച്ചു വലിക്കുന്നത് പോലെ. അത്രയ്ക്കുണ്ടായിരുന്നു കാറ്റിൻ്റെ കരുത്ത്. പിന്നെ പെട്ടെന്നപ്പുറത്തെ പിടിയഴിഞ്ഞു. ജാലകപ്പാളി വലിച്ചടയ്ക്കപ്പെട്ടു. ഇനി മെഴുകുതിരികൾ വീണ്ടും കത്തിക്കണം. മുറിക്കകത്ത് കാറ്റ് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയോ എന്നറിയണം. ഇല്ല, കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. ജാലകപ്പാളിയിലെ ചില്ല് പോലും പൊട്ടിയിട്ടില്ല. പക്ഷേ ഈ സ്വരം സത്രത്തിലെ താമസക്കാരിൽ ഒരാളെയെങ്കിലും ഉണർത്തിയിട്ടുണ്ടാകണം. മുറിയുടെ മുകൾ നിലയിൽ ആരോ കാലിട്ടിളക്കുന്നതും മുരളുന്നതും അയാൾ കേട്ടു. കാറ്റ് അതിവേഗം കരുത്താർജിച്ചു. അത്ര പെട്ടെന്നതിൻ്റെ ശക്തി കുറയില്ല. കാറ്റ് വീശിയടിച്ചുകൊണ്ടേയിരുന്നു. ഞെരങ്ങി മൂരിയിട്ടും
അത് ആ കെട്ടിടത്തെ വലം വെച്ചു തുടങ്ങി. ചിലപ്പോൾ അതിൻ്റെ കരച്ചിൽ ദുരിതപൂർണമായി. ചപലമനസ്കരെ അസ്വസ്ഥമാക്കാൻ അതിന് കെൽപ്പുണ്ട്. 1/4 മണിക്കൂർ കൂടി കഴിഞ്ഞപ്പോൾ ഈ കാറ്റില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി സന്തോഷം തോന്നുമായിരുന്നു എന്നയാൾ ചിന്തിച്ചു. ഈ കാറ്റാണോ അതോ ഗോൾഫ് കളിയെക്കുറിച്ചുള്ള ചിന്തകളാണോ, അതുമല്ല ഗുരുകുലത്തിൽ നടത്തിയ പരിവേഷണവും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗങ്ങളുമാണോ ഉറങ്ങാൻ അനുവദിക്കാതിരിക്കുന്നത് എന്നയാൾക്ക് അറിഞ്ഞില്ല. എന്തായാലും ഉറക്കം വന്നില്ല. ദീർഘനേരം കണ്ണു തുറന്നു കിടന്നപ്പോൾ തനിക്ക് പല വിധത്തിലുള്ള മാരകമായ കുഴപ്പങ്ങളുണ്ടെന്ന ചിന്തയായി. ഇത്തരം അവസ്ഥകളിൽ പലപ്പോഴും എനിക്കും അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരാറുള്ളതാണ്. അയാൾക്ക് തൻ്റെ ഹൃദയസ്പന്ദനം എണ്ണിയെടുക്കാനാകുന്നുണ്ടെന്ന് തോന്നി. അത് ഏത് നിമിഷവും നിലച്ചേക്കാം എന്നും തോന്നി. ശ്വാസകോശം, തലച്ചോർ, കരൾ എന്നിവയെക്കുറിച്ചൊക്കെ സംശയം തോന്നി തുടങ്ങി. പകൽ വെളിച്ചം മുറിയിലെത്തിയാൽ ഈ സംശയങ്ങളൊക്കെ മനസ്സിൽ നിന്ന് അകന്നു പോകും എന്നയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ അതുവരെ അവയൊന്നും മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയതുമില്ല. തന്നെ കൂടാതെ മറ്റാരോ ഇതേ അവസ്ഥയിലുണ്ടെന്ന ഒരു ചിന്ത വന്നു. അതയാൾക്ക് പരോക്ഷമായി കുറച്ച് സൗഖ്യമേകി. തൻ്റെ അടുത്ത മുറിയിൽ ആരോ ഇതുപോലെ തിരിഞ്ഞും മറിഞ്ഞും കിടപ്പുണ്ട്. ഇരുട്ട് മൂലം അത് ഏത് ദിശയിലാണെന്ന് പറയാനാകുന്നുമില്ല. പാർക്കിൻസ് കണ്ണടച്ചുറക്കത്തെ ക്ഷണിച്ചു വരുത്താനുള്ള ശ്രമത്തിലായി. അപ്പോഴും അമിതമായ വികാരവിക്ഷോഭം മറ്റൊരു രൂപത്തിൽ വന്നെത്തി. ചിത്രങ്ങൾ നിർമ്മിച്ചു. അനുഭവ ചിത്രങ്ങൾ കണ്ണടച്ചാലാണ് എത്തുക. ഉറങ്ങാനുള്ള ശ്രമത്തിനിടയിൽ അവയെ ആട്ടിയകറ്റാൻ കണ്ണ് തുറക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. ഇത്തവണ പാർക്കിൻസിൻ്റെ അനുഭവ ചിത്രങ്ങൾ ദുരിതപൂർണങ്ങളായിരുന്നു. തനിക്ക് മുന്നിൽ അവതരിച്ച ചിത്രങ്ങൾക്ക് തുടർച്ചയുണ്ടെന്ന് അയാൾ കണ്ടെത്തി. അവ മിക്കപ്പോഴും അയാളുടെ രുചിക്കനുസരിച്ചതായിരുന്നില്ല. കണ്ണ് തുറന്നപ്പോൾ അതെന്തായാലും അപ്രത്യക്ഷമായി. എന്നാൽ കണ്ണടച്ചപ്പോൾ അത് വീണ്ടും പുനർജനിച്ചു. കർമ്മനിരതമായി. മുമ്പ് വന്നതിനേക്കാൾ വേഗത്തിലോ മന്ദഗതിയിലോ ആയിരുന്നില്ല ഇത്തവണ. അയാൾ കണ്ട കാഴ്ച ഇങ്ങനെയായിരുന്നു. ഒരു നീളൻ കടൽക്കര, ചരൽക്കല്ലിന് അതിർത്തി പാകുന്ന മണൽ, അതിനിടയിൽ മതിൽ പോലെ ഇടയ്ക്കിടെ ഉയർന്നു നിൽക്കുന്ന കറുത്ത മരങ്ങൾ. അതങ്ങ് വെള്ളത്തിനടുത്ത് വരെയുണ്ട്. അന്ന് സായാഹ്ന നടത്തത്തിൽ കണ്ട കാഴ്ചയ്ക്ക് സമാനമാണത്. മറ്റ് അടയാളങ്ങളൊന്നുമില്ലാത്തതിനാൽ അതിനെ വേർപ്പെടുത്തിയെടുക്കാനുമാകുന്നില്ല. സന്ധ്യയ്ക്ക് കണ്ട കാഴ്ചയിൽ നിന്ന് വേർപ്പെടുത്താനാകുന്നില്ല. അത്രയ്ക്ക് വെളിച്ചവുമില്ല. അത് ഒരു കൊടുങ്കാറ്റ് വരുന്നതിൻ്റെ ലക്ഷണമായി വേണം കരുതാൻ. സമയം സായം സന്ധ്യയാണ്. തണുത്ത ചാറ്റൽ മഴയുമുണ്ട്. ഈ മണ്ഡപത്തിൽ ആദ്യം അഭിനേതാക്കൾ ആരും തന്നെയില്ല. പിന്നെ ദൂരെ ഒരു ചെറു രൂപം പ്രത്യക്ഷപ്പെട്ടു. കറുത്ത രൂപം. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ മരങ്ങൾക്കിടയിൽ ഓടുകയും ചാടുകയും മറ്റും ചെയ്യാൻ ആരംഭിച്ചു. ഏതാനും സെക്കൻഡുകൾ കൂടുമ്പോൾ അയാൾ ആകാംക്ഷയോടെ തിരിഞ്ഞു നോക്കുന്നുമുണ്ടായിരുന്നു. അരികിലെത്തിയപ്പോൾ അയാളിൽ ആകാംക്ഷ മാത്രമല്ല ഭയവുമുണ്ട് എന്ന് മനസ്സിലായി. അതിഭയങ്കരമായ ഭയം. എന്നാലും ആ മുഖം വ്യക്തമായിരുന്നില്ല. അയാളുടെ കരുത്തെല്ലാം മിക്കവാറും ചോർന്നു പോയിരിക്കുന്നു. മുമ്പോട്ട് നീങ്ങും തോറും ഓരോ തടസ്സങ്ങളും മുമ്പത്തേതിനേക്കാൾ വൈഷമ്യമേറിയതായി അയാൾക്ക് തോന്നിത്തുടങ്ങി. അടുത്തത് അയാൾക്ക് മറികടക്കാനാകുമോ? പാർക്കിൻസ് ചിന്തിച്ചു. അതിന് ഉയരക്കൂടുതലുണ്ടെന്ന് തോന്നുന്നു. പാതി പിടിച്ചു കയറിയും പാതി സ്വയം പൊക്കിയെടുത്തും അയാൾ അതും കടന്നു. മറുഭാഗത്തേക്ക് മറിഞ്ഞു വീണു. ആ കാഴ്ച കണ്ടു നിന്നവൻ്റെ വശത്തേക്ക്. ഇനി എഴുന്നേൽക്കാനാവില്ല എന്ന പോലെ ആ മരച്ചുമരിനപ്പുറത്ത് അയാൾ കിടന്നു. ആകാംക്ഷ, അയാളുടെ മുഖത്തെ വേദനാജനകമായ ആകാംക്ഷ അപ്പോൾ കൊടുമുടി കയറിയിരുന്നു. ആ ഓട്ടക്കാരനിലെ ഭയത്തിൻ്റെ കാരണമെന്തെന്ന് ഇതുവരെ കണ്ടെത്താനാകുന്നില്ല. എന്നാൽ ഇത് ഇപ്പോൾ കടൽക്കരയിൽ ഇളം നിറത്തിലെന്തോ മിന്നുന്നത് പോലെ കാണപ്പെട്ടു. അത് ഊഞ്ഞാലാടുന്നതുപോലെ, എന്നാൽ അതിലും വേഗത്തിൽ. ക്രമമൊന്നുമില്ലാതെ ചലിക്കുന്നുമുണ്ട്. അതിവേഗം വലുതാകുന്നുണ്ട്. നിറം മങ്ങി ഉടുത്തുകെട്ട് കാറ്റിലിളകുന്നുണ്ട്. അതിൻ്റെ ചലനത്തിൻ്റെ പ്രത്യേകത മൂലമാകണം അതിനെ ഒന്ന് അടുത്ത് കാണാൻ പാർക്കിൻസിനും മനസ്സ് വന്നില്ല. അതൊന്നും നിൽക്കും, കൈകൾ ഉയർത്തും,
മണലിലേക്ക് വളയും. പിന്നെ കുനിഞ്ഞ് കടൽക്കരയിലൂടെ ഓടും. വെള്ളത്തിനരികിലേക്ക് ഓടും, തിരിച്ചും. അതിനുശേഷം വീണ്ടും എഴുന്നേൽക്കും. അതിവേഗത്തിൽ മുന്നോട്ട് കുതിക്കുന്നത് തുടരും. ഭീകരമാണ് ആ വേഗം. അങ്ങനെ ആദ്യത്തെ ഓട്ടക്കാരൻ ഒളിച്ചിരുന്നിരുന്ന മരക്കൂട്ട ചുമരിന് ഏതാനും വാര ദൂരെ വരെ അയാളെത്തി. 2-3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയതിനു ശേഷം അത് നിന്നു. നിവർന്നു നിന്നു, കൈകൾ ഉയർത്തി. എന്നിട്ട് അതിവേഗം ആ മരക്കൂട്ട ചുമരിലേക്ക് ഓടി. ഇത്രയും ആയപ്പോഴേക്കും കണ്ണടച്ച് പിടിക്കും എന്ന നിർബന്ധ ബുദ്ധിയിൽ കടിച്ചു തൂങ്ങി നിൽക്കാൻ പാർക്കിൻസന് ആകാതെയായി. കണ്ണിൻ്റെ കാഴ്ച മങ്ങുന്നു. ബുദ്ധി അമിതമായി പ്രവർത്തിക്കുന്നു. അമിത പുകവലിയുടെ പ്രഭാവം കാണുന്നു എന്നു തുടങ്ങി അനേകം തെറ്റിദ്ധാരണകളോടെ അയാൾ അവസാനം ഒരു മെഴുകുതിരി തെളിയിക്കാൻ ഉറപ്പിച്ചു. എന്നിട്ട് ഒരു പുസ്തകമെടുത്ത് ആ രാത്രി ഉറക്കമൊഴിച്ചിരിക്കാൻ തീരുമാനിച്ചു. ഇത്തരം നിരന്തരമായ ദൃശ്യങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്നതിലും നല്ലതാകും അത് എന്നയാൾക്ക് തോന്നി. താൻ കണ്ട ആ കാഴ്ചകൾ അന്ന് സായാഹ്ന നടത്തത്തിനിടയിൽ കണ്ടതിൻ്റെ അനാരോഗ്യകരമായ പ്രതിഫലനം മാത്രമാണെന്ന് അയാൾക്ക് ഉറപ്പുണ്ട്. തീപ്പെട്ടി ഉരസിയതിൻ്റെ സ്വരവും അതിൽ നിന്ന് വന്ന നാളവും ചില രാത്രി സഞ്ചാരികളായ ജീവികൾക്ക് ശല്യമായിട്ടുണ്ടാകണം. എലികൾ മുതലായവയ്ക്ക്. അവ മെത്തക്കരിയിൽ നിന്ന് 4 ഭാഗത്തേക്കും കലബല കൂട്ടി ചിതറിത്തെറിക്കുന്നത് കണ്ടു. എന്തൊരു കഷ്ടമാണ്! തീപ്പെട്ടിക്കൊള്ളി അണഞ്ഞും പോയി. എന്നാൽ രണ്ടാമത്തേത് കുറച്ചുകൂടി നന്നായി എരിഞ്ഞു. അയാൾ മെഴുകുതിരിയും പുസ്തകവുമെടുത്തു. അതിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചപ്പോൾ ഉറക്കമെത്തി. വ്യക്തമായ ബോധവും പരിചാരകനും ഒപ്പമെത്തിയപ്പോൾ താൻ മെഴുകുതിരി അണയ്ക്കാൻ മറന്നിരുന്നു എന്നയാൾക്ക് മനസ്സിലായി. സമയം 8 ആയിട്ടുണ്ടായിരുന്നു. മെഴുക് ഉരുകിയൊലിച്ച് ആ ചെറിയ മേശപ്പുറത്താകെ പരന്നിരുന്നു. മുറിയിലിരുന്ന് തന്നെ പ്രാതൽ കഴിച്ചു. ഗോൾഫ് കളിക്കാനുള്ള വസ്ത്രത്തിന് അവസാന രൂപം കൊടുത്തു. അന്നും കേണൽ തന്നെയാണ് അയാൾക്ക് പങ്കാളി. അതിനാൽ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം. അതിൻ്റെ മിനുക്ക് പണികൾ അവസാനിച്ചപ്പോഴേക്കും പരിചാരികമാരിൽ ഒരാൾ കയറി വന്നു. പുതപ്പൊരെണ്ണം കൂടി കട്ടിലിൽ വെക്കണോ സാർ? അവർ ചോദിച്ചു. വേണമെന്ന് തോന്നുന്നു, തണുപ്പ് കുറച്ചധികമാണ്, പാർക്കിൻസ് പറഞ്ഞു. അധികം താമസിയാതെ പരിചാരിക പുതപ്പുമായി എത്തി. ഏത് മെത്തയിലാണ് വെക്കേണ്ടത് സാർ? അവർ ചോദിച്ചു. എന്ത്? അതോ, അതാ അവിടെ, അതിലാണ് ഞാൻ ഇന്നലെ ഉറങ്ങിയത്, അയാൾ ചൂണ്ടിക്കാണിച്ചു. ശരി സാർ. ക്ഷമിക്കണേ സാർ, പക്ഷേ താങ്കൾ 2 മെത്തയും ഉപയോഗിച്ചതുപോലെ തോന്നുന്നു. എനിക്കും 2ഉം വൃത്തിയാക്കേണ്ടതായി വന്നു. വിരിപ്പുകളെല്ലാം ശരിക്കിടേണ്ടി വന്നു. അതെയോ? മറ്റേത് ഞാൻ സ്പർശിച്ചിട്ടേയില്ല. അതിൻ്റെ മുകളിൽ എന്തൊക്കെയോ വെച്ചിരുന്നു എന്നത് സത്യം. എന്നാൽ അതിൽ ഞാൻ ഉറങ്ങിയതുപോലെ തോന്നിയോ? ഉവ്വ് സാർ. വിരിപ്പും പുതപ്പുമെല്ലാം വല്ലാതെ ചുളിഞ്ഞിരുന്നു. ശരിക്ക് ഉറക്കം വരാത്ത ഒരാൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നാൽ സംഭവിക്കില്ലേ? അതുപോലെ സാർ. ദൈവമേ, ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ പെറുക്കി വെച്ചപ്പോൾ അലങ്കോലപ്പെട്ടതാകും. നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിന് ക്ഷമ ചോദിക്കുന്നു. എൻ്റെ ഒരു സുഹൃത്ത് ഉടനെ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേംബ്രിഡ്ജിൽ നിന്നൊരാൾ. അദ്ദേഹം ഇവിടെ 1-2 രാത്രി ഉണ്ടാകും. കുഴപ്പമില്ലല്ലോ അല്ലേ? ഒരു കുഴപ്പവുമില്ല സാർ. നന്ദി സാർ. അതൊന്നും ഒരു അസൗകര്യമേ അല്ല. അവർ ചിരിച്ചു. പുറത്തേക്കിറങ്ങിയപ്പോൾ അവരുടെ കൂട്ടുകാരികളും ഇതുപോലെ ചിരിക്കുന്നത് കേട്ടു. ഇന്ന് തൻ്റെ കളി ഒന്ന് മെച്ചപ്പെടുത്തണം എന്ന ദൃഢനിശ്ചയത്തോടെ പാർക്കിൻസ് മുന്നോട്ട് നീങ്ങി. ഇതിലയാൾ വിജയം കൈവരിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. 2ാം ദിവസവും അയാളെ തന്നെ കൂട്ട് ലഭിച്ചതിൽ പരാതിപ്പെട്ട ചിണുങ്ങിയ കേണൽ അത് കണ്ട് കൂടുതൽ സംസാരപ്രിയനായി. ദിവസം മുന്നേറും തോറും കൂടുതൽ സൗഹൃദത്തിലുമായി. സ്വരത്തിൻ്റെ ഗാംഭീര്യം വർദ്ധിച്ചു. ചെറിയ കവികൾ ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെക്കുറിച്ച് കവിത എഴുതുമായിരുന്നു. ഇന്നലെ രാത്രി എന്തൊരു കാറ്റായിരുന്നു, കേണൽ പറഞ്ഞു. കാറ്റിനെ ആരോ വിസിൽ ചെയ്തു വരുത്തിയതാണെന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട്. അങ്ങനെയൊക്കെയുണ്ടോ? അത്തരം അന്ധവിശ്വാസങ്ങൾ ഇന്നും നാട്ടിൻപുറങ്ങളിൽ നിലവിലുണ്ടോ? അന്ധവിശ്വാസത്തെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. അങ്ങനൊരു വിശ്വാസം ഡെൻമാർക്ക്, നോർവേ എന്നിവിടങ്ങളിലും യോർക്ക്ഷയറിൻ്റെ തീരങ്ങളിലുമുണ്ട്. എൻ്റെ അനുഭവം പറയുന്നത് ഈ നാട്ടിൻ പുറത്തുകാരുടെ വിശ്വാസത്തിന് പിറകിൽ
എന്തൊക്കെയോ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നാണ്. അല്ലെങ്കിൽ ഇതൊന്നും തലമുറകളായി നിലനിൽക്കില്ലല്ലോ. ഇനി താങ്കളുടെ ഊഴമാണ്, കളിക്കൂ. സംഭാഷണം തുടർന്നപ്പോൾ ഒട്ടൊന്ന് മടിച്ച് പാർക്കിൻസ് പറഞ്ഞു, നിങ്ങളിപ്പോൾ പറയുന്നതിനെക്കുറിച്ച് തന്നെ കേണൽ. അത്തരം കാര്യങ്ങളെക്കുറിച്ച് എനിക്കുള്ള വീക്ഷണം വളരെ ശക്തമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രകൃതിയാതീതം, അലൗകികം എന്നൊക്കെ ജനങ്ങൾ വിളിക്കുന്നതിലൊന്നും ഒട്ടും വിശ്വാസമില്ലാത്ത ഒരാളാണ് ഞാൻ. എന്ത്, നിങ്ങൾക്ക് പ്രേതം, ഭാവി അറിയാനുള്ള കഴിവ്, അങ്ങനെയുള്ള ഒന്നിലും വിശ്വാസമില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? അത്തരത്തിലുള്ള ഒന്നിലും വിശ്വാസമില്ല. ശരി, അങ്ങനെയെങ്കിൽ നിങ്ങൾ സദ്യൂക്കിനെ പോലെയാണെന്ന് എനിക്ക് തോന്നുന്നു. പാർക്കിൻസിന് ഈ അഭിപ്രായ പ്രകടനത്തോട് പ്രതികരിക്കണം എന്നുണ്ടായിരുന്നു. പഴയ നിയമത്തിലെ ഏറ്റവും വിവേകികളായ മനുഷ്യരാണ് സദൂക്യർ. എന്നാൽ വേദപുസ്തകത്തിൽ അവരെക്കുറിച്ച് അത്രയധികം പറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയം തോന്നുകയാൽ ആ ആരോപണത്തെ അയാൾ ചിരിച്ചു തള്ളി. ഒരുപക്ഷേ ആയിരിക്കാം, അയാൾ പറഞ്ഞു. എൻ്റെ ഊഴമാണ് കേണൽ, എന്നോട് ക്ഷമിക്കൂ. അയാൾ ഒരു ഇടവേളയെടുത്തു. ഇനി ആ കാറ്റിനു വേണ്ടിയുള്ള ചൂളം വിളിയെക്കുറിച്ച് എനിക്കെന്താണ് പറയാനുള്ളതെന്ന് കേൾക്കൂ. കാറ്റിനെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ എന്തൊക്കെയെന്ന് ഇന്നും സ്പഷ്ടമായിട്ടില്ല, പ്രത്യേകിച്ചും മുക്കുവർക്ക്. അവർക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. കുറച്ച് ഉന്മത്തമായ പ്രകൃതമുള്ളൊരു പുരുഷനെ അല്ലെങ്കിൽ സ്ത്രീയെ, ഒരുപക്ഷേ അപരിചിത വ്യക്തിയാകാം, അസാധാരണമായ സമയത്ത് കടൽക്കരയിൽ കാണുന്നു. അവർ ചൂളമടിക്കുന്നു. പെട്ടെന്ന് അതിശക്തമായ കാറ്റ് വീശുന്നു. ആകാശ കാഴ്ചകൾ കൃത്യതയോടെ മനസ്സിലാക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ബാരോമീറ്റർ കൈവശമുള്ള ഒരാൾക്ക് ഇത് എപ്പോൾ സംഭവിക്കും എന്ന് മുൻകൂട്ടി പറയാനാകും. മുക്കുവ ഗ്രാമങ്ങളിലെ ലളിത മനസ്കരായ ഈ ജനങ്ങളുടെ കൈവശം ബാരോമീറ്റർ ഒന്നുമില്ലല്ലോ. അവർക്ക് കാലാവസ്ഥ പ്രവചനത്തിനായി ചില അസംസ്കൃത നിയമങ്ങളാണുള്ളത്. അപ്പോൾ അവർ ആ ഉന്മത്ത വ്യക്തിയാണ് ഈ കാറ്റിന് കാരണക്കാരൻ, അഥവാ കാറ്റിനെ വിളിച്ചു വരുത്തിയവൻ എന്നൊക്കെ പറയും. ആ വ്യക്തിക്ക് അതിനുള്ള പ്രാപ്തിയുണ്ടെന്ന് പറഞ്ഞുണ്ടാക്കും. വാസ്തവം അങ്ങനെയാണോ? നമുക്കിന്നലെ രാത്രിയിലുണ്ടായ കാറ്റിലേക്ക് വരാം. ഇതിനു മുമ്പ് വിസിലൂതിയത് ഞാനായിരുന്നു. ആ വിസിൽ ഞാൻ 2 തവണ മുഴക്കുകയുണ്ടായി. എൻ്റെ വിസിൽ വിളി കേട്ടിട്ടെന്ന പോലെയാണ് അപ്പോൾ കാറ്റ് വന്നത്. ആരെങ്കിലും അപ്പോൾ എന്നെ കാണുകയായിരുന്നെങ്കിൽ? ശബ്ദാഡംബരപൂർണമായ ഈ പ്രഭാഷണത്തിനോടുള്ള പ്രതികരണം പോലെ ശ്രോതാവ് അസ്വസ്ഥത പ്രകടമാക്കാൻ തുടങ്ങിയിരുന്നു. പാർക്കിൻസ് ആകട്ടെ ഇതിനിടയ്ക്ക് എപ്പോഴോ ഒരു അധ്യാപക വേഷത്തിലേക്ക് നീങ്ങിയിരുന്നോ എന്നും ഞാൻ സംശയിക്കുന്നു. എന്നാൽ വാക്യം ഇവിടെ എത്തിയപ്പോൾ കേണൽ അയാളെ തടഞ്ഞു. നിങ്ങൾ വിസിലൂതി അല്ലേ? ഏതുതരം വിസിലായിരുന്നു അത്? അതിനു മുമ്പ് ഈ കളി പൂർത്തിയാക്കൂ. സംസാരത്തിനൊരു ഇടവേളയുണ്ടായി. നിങ്ങൾ വിസിലിനെക്കുറിച്ച് ചോദിച്ചല്ലോ കേണൽ. അത് വിചിത്രമാണ്, കൗതുകകരവും. അതെൻ്റെ ഇല്ല, ഞാനത് മുറിയിൽ ഉപേക്ഷിച്ചാണ് വന്നത്. ഇന്നലെയാണ് എനിക്കത് കണ്ടുകിട്ടിയത്. ആ വിസിൽ കണ്ടുകിട്ടിയ കഥ പാർക്കിൻസ് വിവരിച്ചു. അത് കേട്ട് കേണലൊന്ന് മുരണ്ടു. പാർക്കിൻസിൻ്റെ സ്ഥാനത്ത് താനായിരുന്നുവെങ്കിൽ റോമൻ കത്തോലിക്കരുടേതായ അത്തരം വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് പലവട്ടം ആലോചിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അവർ എന്തൊക്കെ പ്രവർത്തിക്കുന്നുവെന്ന് ആർക്കും അറിയില്ല. അവിടെ നിന്ന് അയാൾ വിഷയം വികാരിയുടെ നെറുകേടിലേക്കും അയാളുടെ പ്രവൃത്തിയുടെ ആധിക്യത്തിലേക്കും കൊണ്ടുപോയി. കഴിഞ്ഞ ഞായറാഴ്ചയാണ് അയാൾ അത് ശ്രദ്ധിച്ചത്. വെള്ളിയാഴ്ച സെൻറ് തോമസ് അപ്പോസ്തോലൻ്റെ വിരുന്നു ദിവസമാണെന്നും 11 പള്ളിയിൽ പ്രത്യേക കുർബാനയുണ്ടെന്നും പറഞ്ഞു. ഇതും സമാന നടപടികളും ഈ വികാരി പാപ്പൽ ചിന്താഗതിക്കാരനാണെന്ന, റോമൻ കാത്തലിക് വിഭാഗക്കാരനാണെന്ന ചിന്ത കേണലിൽ ശക്തമാക്കി. അതല്ലെങ്കിൽ അയാൾ ജെസ്യൂട്ട് സന്യാസ സമൂഹത്തിൽ പെട്ടയാളാകും. പാർക്കിൻസനാകട്ടെ കേണലിൻ്റെ ഈ അഭിപ്രായ പ്രകടനത്തെ എതിർക്കാൻ വേണ്ട കാര്യങ്ങൾ അറിയില്ലായിരുന്നു. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസമൊന്നും രേഖപ്പെടുത്തിയില്ല. അങ്ങനെ പ്രഭാതത്തിൽ അവർ തമ്മിൽ നല്ല മൈത്രിയിൽ കഴിഞ്ഞു. ഉച്ചഭക്ഷണ ശേഷവും പരസ്പരം പിരിയാം എന്നൊരു വാക്ക് ഇരുഭാഗത്തു നിന്നും വന്നില്ല. ഉച്ചയ്ക്ക് ശേഷവും കളി തുടർന്നു. സന്ധ്യയോടടുത്ത് വെളിച്ചം ശല്യം ചെയ്യാൻ തുടങ്ങുന്നതുവരെ മറ്റെല്ലാം മറന്ന് അവർ കളി തുടർന്നു. അപ്പോൾ മാത്രമാണ്
ഗുരുകുലത്തിൽ കൂടുതൽ പരിവേഷണത്തിനിറങ്ങണം എന്ന് തീരുമാനിച്ചത് പാർക്കിൻസിന് ഓർമ്മ വരുന്നത്. ഇനിയിപ്പോൾ അതിനത്ര പ്രാധാന്യമൊന്നും നൽകേണ്ടതില്ല എന്ന തീർപ്പിൽ അയാളെത്തി. ഇന്നല്ലെങ്കിൽ നാളെ അത് ചെയ്യാം. ഇന്നിപ്പോൾ കേണലിനൊപ്പം തിരിച്ചു പോകാം. സത്രത്തിനരികിലെത്താറായപ്പോൾ ഒരു ബാലൻ അതിവേഗത്തിൽ ഓടിവന്ന് കേണലിനെ ഇടിച്ചു. കേണൽ വീഴേണ്ടതായിരുന്നു. ബാലൻ ഭയന്ന് ഓടിപ്പോയില്ല. അവൻ കേണലിനെ അള്ളിപ്പിടിച്ച് കിതച്ച് അവിടെ തന്നെ നിന്നു. കേണലിൽ നിന്ന് വന്ന ആദ്യ വാക്കുകൾ താക്കീതിൻ്റെയും അധിക്ഷേപത്തിൻ്റേതുമായിരുന്നു എന്നത് സ്വാഭാവികം. എന്നാൽ ആ ബാലന് സംസാരിക്കാനാകുന്നില്ലെന്ന് അയാൾക്ക് പെട്ടെന്ന് മനസ്സിലായി. അവൻ വല്ലാതെ ഭയന്നിരിക്കുന്നു. അവനോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം വന്നില്ല. ഒരു വിധത്തിൽ ശ്വാസം ലഭിച്ചപ്പോൾ അവൻ ഓരിയിടാൻ തുടങ്ങി. അവൻ അപ്പോഴും കേണലിൻ്റെ കാലിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. കേണൽ അവനെ എങ്ങനെയൊക്കെയോ വേർപ്പെടുത്തിയെടുത്തു. പക്ഷേ അവൻ്റെ കരച്ചിൽ നിലച്ചില്ല. നിനക്കത് എന്തു പറ്റി? നീ എന്താണ് ചെയ്തത്? നീ എന്താണ് കണ്ടത്? രണ്ടുപേരും ഒരുമിച്ച് ചോദിച്ചു. ജാലകത്തിൽ നിന്ന് വരുന്നത് ഞാൻ കണ്ടു. എനിക്കതിനെ കാണണ്ട. അവൻ കരഞ്ഞു. ഏത് ജാലകത്തിൽ നിന്ന്? കേണൽ കോപിച്ചു. നീ ഒന്ന് ആദ്യം ശാന്തനാകൂ. ഹോട്ടലിൻ്റെ മുൻവശത്തെ ജാലകത്തിൽ നിന്ന്. ആ ബാലനെ ഒന്ന് വെറുതെ വിടൂ എന്ന് പാർക്കിൻസ് അപേക്ഷിച്ചു. അവൻ വീട്ടിൽ പോയിക്കോട്ടെ എന്നും പറഞ്ഞു. പക്ഷേ കേണൽ സമ്മതിച്ചില്ല. അയാൾക്ക് കാര്യങ്ങൾക്കൊരു വ്യക്തത വരുത്തണം. ഇവനിപ്പോൾ ഭയന്നിരിക്കുന്നത് പോലെ ഒരു ബാലൻ ഭയക്കുക അപകടകരമാണ്. ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും തമാശ കാണിച്ചതാകാം. അവർ അങ്ങനെ ഇനി ചെയ്യരുത്. അതിനായി അയാൾ ആ ബാലനോട് കുറേയേറെ ചോദ്യങ്ങൾ ചോദിച്ചു. അവൻ്റെ ഉത്തരങ്ങളിൽ നിന്ന് രൂപം കൊണ്ട കഥ ഇങ്ങനെയായിരുന്നു. ഗ്ലോബിൻ്റെ മുന്നിലെ പുൽത്തകിടിയിൽ കൂട്ടുകാരുമൊത്ത് കളിക്കുകയായിരുന്നു അവൻ. കൂട്ടുകാരെല്ലാം കാപ്പി കുടിക്കാൻ വീട്ടിൽ പോയി. അവനും പോകാൻ ഒരുങ്ങി. അതിനിടയിലാണ് അവൻ ആ ജാലകത്തിലേക്ക് നോക്കിയത്. അവിടെ നിന്നൊരാൾ അവനെ നോക്കി കൈവീശി. അതൊരു വെളുത്ത മുഖക്കാരനായിരുന്നു എന്നവന് തോന്നി. പക്ഷേ മുഖം വ്യക്തമായില്ല. അയാൾ വീണ്ടും കൈവീശി. അതിനെന്തോ വേണമായിരുന്നു. അത് ശരിക്കും ഒരാളല്ല. മുറിയിൽ വെളിച്ചമുണ്ടായിരുന്നോ? ഇല്ല. അതിനകത്ത് വെളിച്ചമൊന്നും കണ്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ആ ജാലകം ഏതായിരുന്നു? ഏറ്റവും മുകളിലത്തേതോ അതോ രണ്ടാമത്തേതോ? രണ്ടാമത്തേത്. ഇരുവശത്തും ചെറിയ ജാലകങ്ങളുള്ള ആ വലുത്. ശരി, എൻ്റെ കൊച്ചുമെടുക്ക. 1-2 ചോദ്യങ്ങൾ കൂടി ചോദിച്ച് കേണൽ പറഞ്ഞു. നീ ഉടൻ വീട്ടിലേക്ക് പോയിക്കൊള്ളൂ. അത് നിന്നെ ഭയപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിച്ചതാകും. ഇനി ഒരിക്കലും ഇങ്ങനെയാകരുത്. ഒരു ഇംഗ്ലീഷുകാരൻ്റെ ധൈര്യമൊക്കെ കാണിക്കണം. ഒന്നുമില്ലെങ്കിൽ അവനെ നിനക്ക് ഒരു കല്ലെടുത്ത് എറിയാമായിരുന്നില്ലേ? ആ ജാലകത്തെ നോക്കി എറിയാനല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. ഒരു യോദ്ധാവിനെ പോലെ പെരുമാറണമെന്ന്. ഉടമയായ സിംസണോട് നിനക്ക് പറയാമായിരുന്നില്ലേ? നീയൊന്ന് പോയി പറയേ. ഞാൻ പറഞ്ഞിട്ടാണ് വന്നത് എന്നും പറയൂ. തൻ്റെ പരാതി അനുഭാവപൂർവ്വം സിംസൺ കേൾക്കുമോ എന്നൊരാശങ്ക അവൻ പ്രകടമാക്കാതിരുന്നില്ല. എന്നാൽ കേണൽ ഈ ആശങ്കയ്ക്ക് ചെവി കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അയാൾ തുടർന്നു. ഇത് 6 പെൻസുണ്ട്, 1 ഷില്ലിംഗ്. നേരെ വീട്ടിൽ പോകാനാണ് ഉദ്ദേശമെങ്കിൽ നീ ഇത് മറന്നേക്ക്. ആ ബാലൻ നന്ദി പറഞ്ഞു. കേണലും പാർക്കിൻസും ഗ്ലോബിൻ്റെ മുൻവശത്തെത്തി. ആ രംഗം പരിശോധിച്ചു. അവർ കേട്ട വിവരണമനുസരിച്ച് ഒരേയൊരു ജാലകമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് രസകരമായിരിക്കുന്നു എന്നായി പാർക്കിൻസ്. ആ ബാലൻ പറഞ്ഞത് എൻ്റെ മുറിയുടെ ജാലകത്തെക്കുറിച്ചാണ്. താങ്കൾക്കൊരു നിമിഷം എനിക്കൊപ്പം വരുന്നതിൽ വിഷമമുണ്ടോ കേണൽ വിൽസൺ? എൻ്റെ മുറിയിൽ ആരെങ്കിലും കയറിയിരിപ്പുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അവർ ഇടനാഴിയിലെത്തി. പാർക്കിൻസ് വാതിൽ തുറക്കാനാഞ്ഞു. പിന്നെ വേണ്ടെന്ന് വെച്ചു. കീശയൊന്ന് പരതി. ഇത് നമ്മൾ കരുതിയതിലും ഗൗരവമുള്ളതാണെന്ന് തോന്നുന്നു, അയാൾ പറഞ്ഞു. ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഈ വാതിൽ ഞാൻ താഴിട്ട് പൂട്ടിയിരുന്നു എന്നെനിക്ക് ഉറപ്പുണ്ട്. ചാവിയും എൻ്റെ കൈവശമുണ്ട്. അയാൾ ചാവിയെടുത്ത് കാണിച്ചു. അതിഥികൾ ഇവിടെ ഇല്ലാത്ത സമയങ്ങളിൽ മുറിയിൽ പ്രവേശിക്കുന്ന സ്വഭാവം ഇവിടുത്തെ പരിചാരകർക്കുണ്ടെങ്കിൽ അതെനിക്ക് അംഗീകരിക്കാനാവില്ല. ഈ കഥയുടെ പരിണാമം അത്ര കരുത്തുള്ളതാകില്ല എന്നുറപ്പിൽ അയാൾ വാതിൽ തുറന്നു. മെഴുകുതിരികൾ തെളിയിച്ചു.
ഇതിനകത്ത് ഒന്നിനെയും ശല്യം ചെയ്തിട്ടില്ല, മെത്തയൊഴികെ എന്നായി കേണൽ. എന്നോട് ക്ഷമിക്കണേ, ആ മെത്ത ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എന്നാലും അതിലാരോ എന്തോ കൗശലം ചെയ്തിട്ടുള്ളതായി എനിക്ക് തോന്നുന്നു. അതിൻ്റെ വിരിപ്പും അതിന്മേൽ കിടന്നിരുന്ന പുതപ്പുമെല്ലാം ചുളിഞ്ഞിരുന്നു. തുണികൾക്ക് വല്ലാത്തൊരു ആശയക്കുഴപ്പമുള്ളതുപോലെ തോന്നി. ഇന്നലെ സാധനങ്ങളെല്ലാം ഒതുക്കി വയ്ക്കുന്നതിനിടയിൽ ഞാനിത് അലങ്കോലമാക്കിയെന്ന് തോന്നുന്നു. ആ പരിചാരകന്മാർ അത് നേരെയാക്കിയതുമില്ല. ഒരുപക്ഷെ അവർ അതിനായി അകത്ത് വന്നപ്പോഴാകാം ആ ബാലനെ കണ്ടത്. ജോലി പൂർത്തിയാക്കുന്നതിന് മുമ്പ് അവരെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടാകും. അതായിരിക്കണം കാര്യം, അല്ലാതെ വേറൊന്നുമാകില്ല. ഒന്ന് വിളിച്ചു ചോദിച്ചു നോക്കൂ എന്നായി കേണൽ. അതായിരിക്കാം പ്രായോഗികമെന്ന് പാർക്കിൻസണും തോന്നി. പരിചാരിക പ്രത്യക്ഷപ്പെട്ടു. കഥ ചുരുക്കി പറയാം. അവർ പാർക്കിൻസ് മുറിയിലുള്ളപ്പോഴാണ് മെത്തയൊരുക്കിയിട്ടത്. അതിനുശേഷം ആരും അകത്തേക്ക് പ്രവേശിച്ചിട്ടില്ല. അവരുടെ കൈവശം മറ്റൊരു ചാവിയില്ല. ചാവി സിംസന്റെ കൈവശമാണ്. ആരെങ്കിലും അകത്ത് പ്രവേശിപ്പിച്ചോ എന്ന് സിംസണിന് മാത്രമേ പറയാനാകൂ. ഇതൊരു കടങ്കഥയായി. അന്വേഷണം വ്യക്തമാക്കിയത് വിലപിടിപ്പുള്ളതോ അല്ലാത്തതോ ആയ യാതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നതാണ്. മേശപ്പുറത്ത് വെച്ചിരുന്ന ഏറ്റവും ചെറിയ സാധനങ്ങൾ വരെ പാർക്കിൻസന് നല്ല ഓർമ്മയുണ്ട്. അതൊന്നും ഒന്ന് ചലിച്ചിട്ട് പോലുമില്ല. തങ്ങൾ ആർക്കും ചാവി നൽകിയിട്ടില്ല എന്ന് സിംസൺ ദമ്പതികളും ആണയിട്ട് പറഞ്ഞു. അവരുടെ പെരുമാറ്റത്തിൽ സംശയിക്കത്തക്കതായി പാർക്കിൻസനും ഒന്നും തന്നെ തോന്നിയില്ല. പരിചാരികയും നുണ പറയില്ല എന്നയാൾക്ക് ബോധ്യമായി. ആ ബാലൻ കേണലിനെ കൊണ്ട് അസംബന്ധം ചിന്തിപ്പിക്കുകയായിരുന്നു എന്നായി അയാളുടെ അനുമാനം. പക്ഷേ കേണലാകട്ടെ നിശബ്ദനായിരുന്നു. അത്താഴത്തിനിരുന്നപ്പോഴും അതിനുശേഷവും അയാൾ നിശബ്ദത പാലിച്ചു എന്ന് മാത്രമല്ല, അസ്വസ്ഥനുമായിരുന്നു. പാർക്കിൻസനോട് ശുഭരാത്രി പറഞ്ഞ് പിരിയാറായപ്പോൾ അടക്കിയ സ്വരത്തിൽ, രാത്രിയിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ എവിടെയുണ്ടാകും എന്നറിയാമല്ലോ എന്ന് ചോദിച്ചു. ഉവ്, എന്ത് പറ്റി കേണൽ വിൽസൺ? എനിക്കറിയാം. എന്നാൽ ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്താൻ സാധ്യത കുറവാണെന്നാണ് എൻ്റെ പ്രതീക്ഷ. അത് വിട്ടുകളയൂ. ഒരു കാര്യം മറന്നു. നമ്മൾ സംസാരിച്ച വിസിൽ ഞാൻ കാണിച്ചു തന്നു. ഇല്ലെന്ന് തോന്നുന്നു. ഇതാണത്. കേണൽ മെഴുകുതിരി വെട്ടത്തിൽ അതെടുത്ത് തിരിച്ചു മറിച്ച് നോക്കി. അതിലെഴുതിയിരിക്കുന്നത് വായിക്കാനാകുന്നുണ്ടോ? അതിനെന്തെങ്കിലും അർത്ഥം ഊഹിക്കാനാകുന്നുണ്ടോ? വിസിൽ തിരിച്ചു വാങ്ങുമ്പോൾ പാർക്കിൻസ് ചോദിച്ചു. ഈ വെളിച്ചത്തിൽ അതിനാകുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്? തിരിച്ച് കേംബ്രിഡ്ജിലെത്തിയാൽ ഞാനിത് ഏതെങ്കിലും പുരാവസ്തു ശാസ്ത്രജ്ഞരെ ഏൽപ്പിക്കും. അവരെന്തു പറയുന്നു എന്ന് നോക്കാം. സൂക്ഷിക്കപ്പെടേണ്ടതാണെന്ന് തോന്നിയാൽ അതേതെങ്കിലും മ്യൂസിയത്തിന് സംഭാവന നൽകാം. ശരി, കേണൽ പറഞ്ഞു. താങ്കൾ പറഞ്ഞത് ശരിയാകാം. എനിക്ക് മറ്റൊന്നാണ് തോന്നുന്നത്. അത് എൻ്റേതായിരുന്നെങ്കിൽ ഞാനതിനെ കടലിലേക്ക് വലിച്ചെറിയുമായിരുന്നു. അതൊന്നും നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നെനിക്കറിയാം. നിങ്ങൾ അനുഭവത്തിലൂടെ മാത്രം പഠിക്കുന്നവനാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണെന്ന് എനിക്ക് ഉറപ്പുമുണ്ട്. താങ്കൾക്ക് ശുഭരാത്രി. അദ്ദേഹം നടന്നു നീങ്ങി. പാർക്കിൻസ് അപ്പോൾ ഗോവണിയുടെ ചുവട്ടിലെത്തിയിരുന്നു. അധികം താമസിയാതെ ഇരുവരും അവരവരുടെ കിടപ്പുമുറികളിലും എത്തി. പ്രൊഫസറുടെ മുറിയിൽ ജാലകവരികളോ ബ്ലൈൻഡുകളോ ഒന്നും തന്നെയില്ലായിരുന്നു. അതൊരുപക്ഷേ ആകസ്മികമായി സംഭവിച്ചു പോയതാകാം. തലേ രാത്രിയിൽ അയാൾ അതിനെക്കുറിച്ച് ബോധവാനായിരുന്നില്ല. എന്നാൽ ഇന്ന് പൂർണ്ണ നിലാവ് നേരെ അയാളുടെ മെത്തയിലേക്ക് ഇറങ്ങി വരാൻ സാധ്യത കാണുന്നു. അത് അയാളെ ഉണർത്താനും സാധ്യതയുണ്ട്. ശ്രദ്ധ അതിലേക്കായപ്പോൾ അയാൾക്ക് ആകെ ഒരു അങ്കലാപ്പ് തോന്നി. എന്നാൽ അസൂയപ്പെടാവുന്ന കൽപ്പനാശക്തിയോടെ ചാതുര്യത്തോടെ അയാൾക്ക് ഒരു പുതപ്പ്, ഏതാനും സൂചികൾ, ഒരു കുട എന്നിവ ഉപയോഗിച്ച് ഒരു സ്ക്രീൻ തുന്നിയുണ്ടാക്കി. അത് ഒന്നിച്ചു നിന്നാൽ നിലാവിനെ മുറിക്ക് പുറത്തു നിർത്തും. അധികം താമസിയാതെ അയാൾ മെത്തയിലെത്തി. സുഖകരമായൊരു ഉറക്കത്തിന് തയ്യാറെടുത്തു. അതിനിടയിൽ ഇത്തിരി കനമുള്ളൊരു പുസ്തകം വായിക്കാൻ ഒരുമ്പെട്ടു. കുറച്ചു നേരം വായിച്ചപ്പോൾ ഉറങ്ങാനുള്ള ആഗ്രഹം അതിശക്തമായി. ഉറക്കം വന്നപ്പോൾ പാതി മയക്കത്തിലായ കണ്ണുകളോടെ മുറിയൊന്ന് ഓടിച്ചു നോക്കി. എന്നിട്ട് മെഴുകുതിരി ഊതിക്കെടുത്തി. തലയണയിൽ ശിരസമർത്തി. 1 മണിക്കൂറിലധികം സുഖമായി ഉറങ്ങിയിട്ടുണ്ടാകണം. ഒരു കുലുക്കമാണ് അയാളെ ഉണർത്തിയത്.
ഒരു ചടപടാ സ്വരം. ഉണർന്നപ്പോൾ തന്നെ സംഭവിച്ചതെന്ത് എന്നയാൾക്ക് മനസ്സിലായി. വളരെ ശ്രദ്ധയോടെ അയാൾ തുന്നിയെടുത്ത സ്ക്രീൻ പൊളിഞ്ഞു വീണിരിക്കുന്നു. നല്ല തിളക്കമുള്ള എന്നാൽ മഞ്ഞുകണങ്ങൾ കൊണ്ട് പുതപ്പിട്ട ചന്ദ്രൻ തൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നു. അത് വല്ലാതെ ശല്യം ചെയ്യുന്നു. ഇനി എഴുന്നേറ്റ് വീണ്ടും അതൊക്കെ തുന്നിയുണ്ടാക്കണോ, അതോ കണ്ണടച്ച് കിടന്ന് ഉറങ്ങണോ? എന്ത് ചെയ്യണമെന്ന് അയാൾ അങ്ങനെ കിടന്ന് ആലോചിച്ചു. പിന്നെ തിരിഞ്ഞു കിടന്നു. കണ്ണു തുറന്ന് ശ്വാസം അടക്കി പിടിച്ച് ഒന്ന് ശ്രദ്ധിച്ചു. എന്തോ ഒരു അനക്കം കേട്ടിരിക്കുന്നു. അത് ഉറപ്പാണ്. തൻ്റെ മുറിയിലുള്ള ഒഴിഞ്ഞ മെത്തയിൽ നിന്നാണ് അത് വന്നത്. നാളെ തന്നെ അതവിടെ നിന്ന് നീക്കം ചെയ്യിക്കണം. അതിനു ചുറ്റിലും എലിയോ മറ്റോ ഓടിക്കളിക്കുന്നുണ്ടായിരിക്കണം. ഇപ്പോൾ അത് ശാന്തമായിരിക്കുന്നു. അല്ല, വീണ്ടും തുടങ്ങി. മെത്ത ഇളകുന്നുണ്ട്. അതെന്തോ സ്വരവുമുണ്ടാക്കുന്നുണ്ട്. എലികളാകാനാണ് സാധ്യത. പ്രൊഫസറിൽ അപ്പോഴുണ്ടായ അത്ഭുതവും ഭീതിയും എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. 30 വർഷം മുമ്പ് ഞാനും ഒരു സ്വപ്നത്തിൽ ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ്. എന്നാൽ കേൾവിക്കാർക്ക് പ്രൊഫസർ അപ്പോൾ അനുഭവിച്ച ഭീതി എന്തെന്ന് അനുമാനിക്കാനാകുമെന്ന് തോന്നുന്നില്ല. ഒഴിഞ്ഞ മെത്ത എന്നയാൾ വിശ്വസിച്ചിരുന്നതിൽ പെട്ടെന്നൊരു രൂപം എഴുന്നേറ്റിരുന്നു. പ്രൊഫസർ നിമിഷാർദ്ധം കൊണ്ട് തൻ്റെ മെത്തയിൽ നിന്ന് ചാടിറങ്ങി ജാലകത്തിനരികിലേക്ക് നീങ്ങി. അവിടെയാണ് അയാളുടെ കൈവശം ആകെ ഉണ്ടായിരുന്ന ഒരു ആയുധം വെച്ചിരുന്നത്. താൻ നിർമ്മിച്ച സ്ക്രീൻ ഉയർത്തി വെച്ചിരുന്ന ഒരു വടി. അയാൾക്ക് ചെയ്യാവുന്നതിൽ ഏറ്റവും മോശം കാര്യവും അതുതന്നെയായിരുന്നു. ഒഴിഞ്ഞ മെത്തയിലുണ്ടായിരുന്ന രൂപം വളരെ മൃദുവായ ചലനത്തോടെ മെത്തയിൽ നിന്നിറങ്ങി കൈകൾ വിടർത്തി നിന്നു. 2 മെത്തകൾക്കിടയിലായി നിന്നു. വാതിലിനെ മറച്ചു നിന്നു. ഭീതിജനകമായ അതിശയത്തോടെ പാർക്കിൻസ് അതിനെ നോക്കി. അതിനരികിലൂടെ രക്ഷപ്പെട്ട് വാതിലിനടുത്തെത്തുക അസാധ്യമായിരുന്നു. അതിനെ സ്പർശിക്കാൻ തനിക്കാകില്ല എന്നും അയാൾ കരുതി. അങ്ങനെ ചിന്തിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അത് അയാളെ സ്പർശിക്കാൻ എത്തുകയാണെങ്കിൽ ജാലകത്തിലൂടെ പുറത്തേക്ക് എടുത്തു ചാടാം എന്നയാൾ തീരുമാനിച്ചു. അതിൻ്റെ സ്പർശനമേൽക്കാൻ താൻ തയ്യാറല്ല. അങ്ങനെ ആ ഇരുട്ടിൽ അത് കൈ നിവർത്തി കുറച്ചു നേരം ഒരു നിഴൽ പോലെ നിന്നു. അതിൻ്റെ മുഖം പ്രൊഫസർക്ക് കാണാനാകുന്നുണ്ടായിരുന്നില്ല. പിന്നെ അത് സാവധാനത്തിൽ ചലിക്കാൻ തുടങ്ങി. നടുവൊന്ന് വളച്ച് കുനിഞ്ഞ് നടക്കാൻ തുടങ്ങി. കൈകൊണ്ട് ഇരുവശവും പരതിയാണ് നടക്കുന്നത്. അയാളിൽ നിന്ന് പാതി തിരിഞ്ഞപ്പോൾ അതിന് പെട്ടെന്ന് അത് ഉപേക്ഷിച്ച് പോന്ന മെത്ത ഓർമ്മ വന്നു. മെത്തയിലേക്ക് കുതിച്ചു. കുനിഞ്ഞു നിന്നുകൊണ്ട് തന്നെ തലയണ പരതി. അത് കണ്ട് പാർക്കിൻസ് നിന്ന് വിറച്ചു. ജീവിതത്തിൽ ഇതിനു മുമ്പൊന്നും അയാളിങ്ങനെ വിറച്ചിട്ടില്ല, ഭയന്നിട്ടില്ല. മെത്ത ശൂന്യമാണെന്ന് ആ നിഴലിന് മനസ്സിലായി. അതപ്പോൾ ജാലകത്തിനരികിലേക്ക് നീങ്ങി. ജാലകത്തിനടുത്തെത്തിയപ്പോൾ മാത്രമാണ് അതെന്തു തരം ജീവിയാണെന്ന് മനസ്സിലാകുന്നത്. അതിനെക്കുറിച്ച് ചോദിക്കുന്നതേ ഇപ്പോൾ പാർക്കിൻസിന് ഇഷ്ടമല്ല. എന്നാലും ഒരിക്കൽ അയാൾ അതിനെ വിവരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അയാൾ അപ്പോൾ ഓർത്തെടുത്തത് ആകെ ചുളിഞ്ഞ ഒരു മെത്തവിരിപ്പ് എന്നാണ്. ഭീകരമായി ചുളിവ് വീണ തുണി കൊണ്ടുള്ള മുഖം എന്നാണ് അയാൾ വിവരിച്ചത്. ആ മുഖത്ത് നിന്ന് എന്ത് ഭാവമാണ് അയാൾക്ക് വായിച്ചെടുക്കാനായത് എന്നറിയില്ല. അല്ലെങ്കിൽ അയാൾ പറഞ്ഞില്ല. പക്ഷേ അത് കണ്ട അയാളിൽ ഭ്രാന്തമായ ഭയമുണ്ടായി എന്നത് ഉറപ്പാണ്. അങ്ങനെ അധിക സമയം കണ്ടു നിൽക്കാനൊന്നും അയാൾക്കായില്ല. ആ രൂപം അതിവേഗം മുറിയുടെ നടുവിലേക്ക് നീങ്ങി. അതൊന്ന് ചാഞ്ചാടി. തിരമാലകൾ ഇളകുന്നതുപോലെ ഒന്ന് ഇളകിയാടി. അതിൻ്റെ ജൗളിത്തരങ്ങളുടെ ഒരു മൂല പാർക്കിൻസന്റെ മുഖത്തടിച്ചു. അയാളിൽ നിന്ന് ആപത്തറിയിക്കുന്ന ഒരു സ്വരം പുറത്തു വന്നു. ആ സ്വരം അയാൾക്ക് തടഞ്ഞു നിർത്താനായില്ല. ഈ കരച്ചിൽ ആ രൂപത്തിനൊരു സൂചനയായി. അത് എടുത്തു ചാടി ജാലകത്തിനരികിലെത്തി. ആ സ്വരത്തിന് സമാനമായ ഒച്ചയിൽ അതിൽ നിന്നൊരു കരച്ചിൽ പ്രത്യക്ഷപ്പെട്ടു. ആ മെത്തവിരിപ്പ് പാർക്കിൻസന്റെ അരികിൽ വന്ന് വീണു. ഈ അവസാന നിമിഷത്തിൽ സഹായം ഓടിയെത്തി. കേണൽ. അയാൾ വാതിൽ തള്ളി തുറന്നു. അകത്തു വന്നപ്പോൾ ആ നിഴൽ ജാലകത്തിലുണ്ടായിരുന്നു. ഒന്നല്ല, ഒരു സംഘം. അയാൾ അകത്തേക്ക് കാലെടുത്തു വെച്ചപ്പോൾ അതിൽ ഒന്നു മാത്രമായി. അത് പാർക്കിൻസനായിരുന്നു. പാർക്കിൻസ് തല കറങ്ങി വീണു. അയാൾക്കരികിൽ നിലത്ത് മെത്തവിരിപ്പ് കുന്നുകൂടി കിടന്നു.
കേണൽ വിൽസണിൽ നിന്ന് ചോദ്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല. മറ്റുള്ളവരെയെല്ലാം മുറിയിൽ നിന്ന് പുറത്താക്കുന്ന തിരക്കിലായിരുന്നു അയാൾ. അതിനുശേഷം പാർക്കിൻസനെ മെത്തയിലേക്ക് എടുത്തു കിടത്തി പുതപ്പിച്ചു. കേണൽ അപ്പുറത്തെ മെത്തയിൽ കിടന്നു. ആ രാത്രി മുഴുവൻ അവിടെ ചെലവിട്ടു. പിറ്റേന്ന് റോജേഴ്സ് എത്തിച്ചേർന്നു. ഒരു ദിവസം മുമ്പായിരുന്നുവെങ്കിൽ ലഭിക്കുമായിരുന്ന സ്വാഗതത്തേക്കാൾ ഊഷ്മളമായ സ്വീകരണം അയാൾക്ക് ലഭിച്ചു. അവർ 3 പേരും ഒന്നിച്ച് പ്രൊഫസറുടെ മുറിയിലിരുന്നു. ദീർഘമായ ചർച്ചയുണ്ടായി. അത് അവസാനിച്ചപ്പോൾ കേണൽ തൻ്റെ 2 വിരലുകൾ കൊണ്ട് ഒരു വസ്തു തൂക്കിപ്പിടിച്ച് ഹോട്ടലിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അതയാൾ തൻ്റെ കൈകൾക്ക് എത്ര ദൂരെ എത്തിക്കാമോ അത്രയും ദൂരത്തേക്ക് കടലിലേക്ക് വലിച്ചെറിഞ്ഞു. അതിനെ തുടർന്ന് ഗ്ലോബിൻ്റെ പിറകു വശത്തു നിന്ന് പുകയുടെ ഗന്ധമെത്തി. ഹോട്ടലിലെ ജീവനക്കാർക്കും മറ്റ് അതിഥികൾക്കുമായി എന്ത് കഥയാണ് മെനഞ്ഞുണ്ടാക്കിയതെന്ന് എനിക്കറിയില്ല. പ്രൊഫസർക്ക് പിച്ചും പേയും പറയുന്ന അസുഖമില്ല എന്ന് ഒരു വിധത്തിൽ ഉറപ്പുവരുത്തുകയുണ്ടായി. അതിനോടൊപ്പം പ്രേതഭവനം എന്നൊരു ഖ്യാതി ആ ഹോട്ടലിന് വരാതെയും സൂക്ഷിച്ചു. കേണൽ സമയത്തിനെത്തിപ്പെട്ട് സഹായഹസ്തം നീട്ടിയില്ലായിരുന്നെങ്കിൽ പാർക്കിൻസൺ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അയാൾ ഒന്നുകിൽ ജാലകത്തിലൂടെ പുറത്തേക്ക് വീഴുമായിരുന്നു, അല്ലെങ്കിൽ ഭ്രാന്തനായി തീരുമായിരുന്നു. എന്നിരുന്നാലും വെറുതെ ഒന്ന് ഭയപ്പെടുത്തുക എന്നതിനപ്പുറം മറ്റെന്തിനൊക്കെയാണ് ആ ജീവി വിസിൽനാദം കേട്ട് അകത്തു വന്നത് എന്ന കാര്യം വ്യക്തമല്ല. അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. അതിൻ്റെ രൂപം എന്നത് തന്നെ അതിന് ശരീരമായി മാറിയ പുതപ്പും മെത്തവിരിപ്പും മാത്രമായിരുന്നുവല്ലോ. ഇതിന് സമാനമായൊരു അനുഭവം തനിക്ക് ഇന്ത്യയിൽ വെച്ച് ഉണ്ടായിട്ടുണ്ടെന്ന് കേണൽ ഓർത്തു. പാർക്കിൻസനൊപ്പം കിടന്നിരുന്നുവെങ്കിലും അതിനൊന്നും ചെയ്യാനാകുമായിരുന്നില്ല എന്നാണ് കേണലിൻ്റെ അഭിപ്രായം. ഭയപ്പെടുത്തുക എന്നതിലുപരി ഒന്നും തന്നെ അതിന് ചെയ്യാനില്ല. മാത്രമല്ല, ഈ സംഭവം തനിക്ക് റോമിലെ സഭയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഉറപ്പിക്കുന്നതാണെന്നും അയാൾ കൂട്ടിച്ചേർത്തു. ഇതിലപ്പുറം എനിക്കൊന്നും പറയാനില്ല. പ്രൊഫസർക്ക് ചില കാര്യങ്ങളിലെ അഭിപ്രായങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന വ്യക്തത ഇപ്പോഴില്ല എന്നത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അയാളുടെ മാനസിക നിലയിലും മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ചലനമില്ലാതെ ഒരു ലോഹ കിടക്കുന്നത് കണ്ടാൽ പോലും അയാൾ ഭയന്നു വിറയ്ക്കും. ഒരിക്കൽ ഒരു ശിശിരകാലത്തിൽ വയലിൽ ഒരു നോക്കുകുത്തി കണ്ട അയാൾ അന്ന് രാത്രി മുഴുവൻ ഉറങ്ങിയില്ല എന്നും അറിയുന്നു. വിസിലിൻ്റെ ശബ്ദം എന്ന ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത തവണ വീണ്ടും കാണും വരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.